ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു നമ്മോട് പറഞ്ഞത്, നിനക്ക് ഞാൻ എന്റെ വാദികൾ നിനക്ക് ഞാൻ തിരിച്ചു തന്നില്ലയോ? ഇതിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ ഗഫൂറാ. അല്ലാഹു പറയുന്നു, നിനക്ക് ഈ ഭൗതികമായ ലോകത്തിന്റെ വഴികളെ ഞാൻ തുറന്നു തരുമ്പോ ഇതിലെയാണ് സഞ്ചരിക്കേണ്ടതെന്നുള്ള വ്യക്തമായ വഴികളെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ സ്വാതന്ത്ര്യം നിനക്കാണെങ്കിലും പലപ്പോഴും ആളുകൾ പറയാറുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഉപദേശിക്കണ്ട, ഏത് വഴിയിലൂടെ ഏത് പ്രവൃത്തി ചെയ്യണമെന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്. ആരാണ് എന്നോട് സ്വാതന്ത്ര്യത്തിലെ കൈകടത്തുന്നതാരാ? പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ലഹരിക്കടിമപ്പെട്ടവരോട്, മദ്യപാനികളോട്, ചൂതാട്ടക്കാരോട്, പലിശക്കാരോട്, അവരത്ത് മറക്കാത്ത സ്ത്രീകളോടൊക്കെ പറയുമ്പോ അവരൊക്കെ നമ്മളോട് പറയാറുള്ളത്, ഇത് എന്റെ സ്വാതന്ത്ര്യമല്ലേ? ആ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ എന്തിനാണ് കൈകടത്തുന്നത്? എന്തിനാണ് പ്രബോധകരതിൽ കൈകടത്തുന്നത്? തൃശ്ശൂർ ടൗണിൽ പോലും പെൺകുട്ടികള് ഡെപ്സാഷ് നടത്തിയത്രേ, അവര് ഫ്ലാഷ് മോബ് നടത്തിയത്രേ. എന്തിനാണ് നടത്തിയതെന്നറിയോ? തൃശ്ശൂർ നഗരത്തില് ഫ്ലാഷ് മോബ് നടത്തിയ പെൺകുട്ടികള് പാടിയതെന്താ? ഏമാന്മാരെ നിങ്ങള് ലെഗിൻസ് ഇട്ട് നടക്കും, നിങ്ങള് തലമറക്കാട് നടക്കും, നിങ്ങള് തട്ടമിട്ടാട് നടക്കും എന്നൊക്കെ സ്ത്രീകൾ പാട്ടുപാടി അത് യൂട്യൂബുകളിൽ ഹിറ്റായി മാറുമ്പോ അതിനെ കുറിച്ച് നാം സംസാരിക്കുന്നില്ല. ഓരോ രീതിയിൽ നടക്കുന്നതും, ഓരോ രീതിയിൽ ചിന്തിക്കുന്നതും, ഓരോ വസ്ത്രവിധാനം നടത്തുന്നതും, ഓരോ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാ. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കൈകടത്തുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് നിന്റെ ബോധമായിരിക്കാം. തട്ടമിടാതെ നടക്കാം, തട്ടമിട്ട് നടക്കാം, ലെഗിൻസ് ധരിച്ച് ജീവിക്കാം. പക്ഷേ പ്രശ്നമില്ല, അല്ലാഹു പറയാണ്, ഇതിനു ശേഷം ഒരു ലോകമുണ്ട്. ഏത് വഴിയിലൂടെ നടന്നാലും അത് പൈശാചിക വഴിയിലൂടെയാണോ അവർക്ക് വേണ്ടിയാണ്. ഇന്നഅതദിനാലിൽ കാഫിരീന സലാസില വഗലാലം വസൈറാ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കൈസിൻ കാന മിസാജുഹാ കാഫൂറാ. അല്ലാഹു പറയാണ്, ഈ ലോകം കിടന്നിട്ട് പരലോകം എന്ന് പറയുന്നൊരു സംവിധാനം വരാനുണ്ട്. ആ വരാനുള്ള സംവിധാനത്തില് പരലോകത്തില് പടച്ചറപ്പിന്റെ വിചാരണ കഴിയുമ്പോ ഇന്നഅതദിനാലിൽ കാഫിരീന സലാസില വഗലാലം വസൈറാ. അല്ലാഹുവിനെ ധിക്കരിച്ചിട്ട് പൈശാചിക ദുർബോധത്തിന് അടിമപ്പെട്ട് അനാചാരത്തിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ കത്തിക്കാളുന്ന നരകത്തെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ നരകമെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നത് ദുർമാർഗികൾക്ക് വേണ്ടി പടച്ചറപ്പ് പടച്ചു വെച്ചിട്ടുള്ള നരകമാണ്. ആ നരകത്തെ കുറിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്താ നരകമെന്നറിയോ? ബാല്യകാലങ്ങളിലെ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോ ഉമ്മാന്റെ നാമിൽ നിന്ന് മക്കളെ അങ്ങനെ ചെയ്യരുതേ, അല്ലാഹു നരകത്തിന്റെ തീരിട്ട് കരിക്കുമെന്ന് പറഞ്ഞു. ചെറുപ്പകാലത്തെ നമ്മുടെ മനസ്സിൽ ഭീതിതമായ ഓർമ്മകളായി മാതാപിതാക്കളെ സന്നിവേശിപ്പിച്ചുതന്ന, പിന്നീട് കൊടയത്തൂർ പള്ളിയുടെ മദ്രസയുടെ ചെറിയ ചെറിയ ബെഞ്ചിൽ വന്നിരിക്കുമ്പോ മാലിന്യങ്ങളും അധ്യാപകരും നമ്മളോട് പുറന്നിരുന്ന, പിന്നീട് പഠനങ്ങൾ നാനാവെടുക്കാൻ നമ്മുടെ മനസ്സിലേക്ക് രൂഢമൂലമായ നരകമെന്ന് പറയുന്ന നിർമാർഗികൾക്ക് വേണ്ടി പടച്ചിറപ്പ് വെച്ചിരിക്കുന്ന നരകത്തെ കുറിച്ചുള്ള ഓർമ്മ. എന്താ നരകമെന്നറിയോ? ആദ്യം തന്നെ നരകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ആ നരകം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇന്നഅതദിനാലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടിയാണ് നരകത്തെ തയ്യാറാക്കിയത്. ആരാ നരകത്തിന്റെ ഉടമകളെന്ന് ഖുർആൻ പറയുന്നത്? സത്യത്തെ നിഷേധിച്ചു കളയുന്നവര്, സത്യത്തിനെതിരെ മുഖം തിരിക്കുന്നവര്. എത്ര വലിയ സത്യം കണ്ടാലും ആ സത്യത്തിന് നേരെ പുറങ്കാല് തിരിഞ്ഞു നിൽക്കുന്നവര്, അവർക്കാണ് ഞാൻ നരകത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്താ നരകമെന്നറിയോ? ഞാൻ അതിന്റെ രൂപകൽപ്പനയിലേക്ക് കടന്നു പോവുക. ഞാൻ രൂപകൽപ്പന
രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താ രൂപകൽപ്പന എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നരകമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ചതുപോലെ ഒരു വലിയ അഗാധ ഗർത്തത്തെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയല്ല. അങ്ങനെ നമ്മളൊക്കെ സിദ്ധിച്ചതുപോലെ പറഞ്ഞതുപോലെ നാളെ ദുർമാർഗികളെ വലിച്ചെറിയാൻ അല്ലാഹു അഗാധ ഗർത്തങ്ങൾ നിറഞ്ഞ തീ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വലിയ പടുകുടി അല്ലാഹു പടച്ചു വെച്ചിരിക്കുകയല്ല. ആദ്യം തന്നെ നിങ്ങൾ അറിയോ, ആ നരകമെന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു വസ്തു തന്നെയാ. മനുഷ്യനെ പോലെ മറ്റുള്ളവരെ പോലെ അല്ലാഹു നരകത്തിന് ജീവൻ നൽകിയിട്ടുണ്ട്. അത് വെറുമൊരു പടുകുടിയല്ല. ആദ്യം തന്നെ നമ്മുടെ ധാരണകളെ മാറ്റിക്കളയുക. ആ നരകത്തിന് ജീവനുണ്ടെന്ന് പറഞ്ഞതെന്നതാരെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ കുറിച്ച് പറയുകയാ. എന്താ നരകമെന്നറിയോ? ഈ കുടയത്തൂരന്റെ പ്രഭാഷണങ്ങൾ കാണിച്ചവരോട് എന്താ നരകമെന്നറിയോ? ആ നരകത്തെ കുറിച്ച് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയോ? അത് കേട്ടിട്ട് പേടിച്ചു വിറച്ചു പോവുകയില്ലേ നമ്മൾ? മഹാനായ തൗബാൻ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ മദീനത്തെ പള്ളിയുടെ വെളിയിലിരുന്നപ്പോ ഹബീബായ ഞാൻ മദീനത്തെ പള്ളിയുടെ മറുഭാഗത്തുള്ള ഉക്കാല ചന്തയിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ വെച്ച് നരകത്തെ കുറിച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ടിട്ട് ഉക്കാല ചന്തയിൽ വന്നു നിന്ന ആളുകൾ അവര് പേടിച്ചു നിറച്ചിട്ട് അവരുടെ കണ്ണിലൂടെ കണ്ണുനീരെടുക്കാൻ തുടങ്ങി. ആരാ പറയുന്നത്? അസ്ഹാബുൻ നബിയിൽ മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നരകത്തിന്റെ വിവരണങ്ങൾ ശരിയായി കേട്ട അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്തയിൽ നിൽക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ നരകത്തെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് അവര് പേടിച്ചു വിറച്ചു പോയി അത്രേ. ആ പ്രസംഗം കേട്ട ആളുകൾ മാത്രമല്ല, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് തൗബാൻ റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂല് നരകത്തെ കുറിച്ച് പറഞ്ഞു ഹബീബായ നബി തങ്ങൾ തേങ്ങിക്കരഞ്ഞു. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലിൽ കിടന്ന ആ ചുമലിൽ കിടന്ന മേൽമുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീഴുന്നത് വരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകമെന്ന വിഷയത്തെ നിസ്സാരമായി കാണുന്നവരോട് ആദ്യമായി എന്നോട് ശേഷം നിങ്ങളോട് ഞാൻ പറയട്ടെ, നരകമെന്ന് പറയുന്ന വിഷയത്തെ നിസ്സാരമായി കാണുന്നവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എന്റെ ഒരു പ്രസംഗത്തിന്റെ ശൈലിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്നതല്ല. ബഹുമാനായ ഇസ്ഹാഖ് ഉസ്താദിനെ പോലെ ഉത്താലയിലെ തബഖറുള്ള പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള പണ്ഡിത പടുക്കൾ മുഴുവനും മണിനിരക്ക് നിൽക്കുന്ന ഈ സദസ്സ് എന്നേക്കാൾ അറിവുള്ളവരുടെ പുറകിലിരിക്കുമ്പോ അതിലെന്റെ ഗുരുനാഥന്മാരടക്കമുള്ളവരുണ്ട്. ആ സമയത്ത് ഞാൻ ഈ വിഷമ്പുന്നതൊരു പാണ്ഡിത്യത്തിന്റെ മഹത്വമല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സൂഫിയല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, ഇഷ്ക് പറയാ ഞാനൊരു ആഷിക്കല്ല. പിന്നെ ഞാൻ കുറെ വർഷങ്ങളായി അല്ലാഹുവിന്റെ ഖുർആനിനെ പറയുന്ന ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്താ? നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ ഏത് സമയത്തും പ്രസംഗം പരലോകത്തെ കുറിച്ചാ, പ്രഭാഷണം എപ്പോഴും നരകത്തെ കുറിച്ചാ. അത് കേട്ട പ്രേക്ഷകര് പോലും പൊട്ടിക്കരഞ്ഞു പോയി. അത് പ്രസംഗിച്ച പ്രഭാഷകനായ ലോകത്തിന്റെ സയ്യിദ് മെഹറാബ്, ലോകം കണ്ട മെഹറാബിലെ ഏറ്റവും വലിയ പ്രഭാഷകന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കുറിച്ച് പ്രസംഗിച്ചു ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഏങ്ങിക്കരഞ്ഞപ്പോ ചുമല് ഭാഗം ഇങ്ങനെ അനങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിൽ കിടന്ന മേൽമുണ്ട് കാൽ കീഴിലേക്ക് വീണുവത്രേ. ഈ നരകത്തെ കുറിച്ചുള്ള പ്രസംഗം കേട്ടപ്പോഴാണ് അവിടെ നിന്ന് ഓടി ഒരു സഹാബി വീട്ടിലേക്ക് പോയി. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ നരകത്തെ കുറിച്ചുള്ള
ഭയാനകതയുടെ പ്രഭാഷണം കേട്ട് വീട്ടിലേക്ക് തന്ന അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലെ വിളക്ക് കത്തിച്ചിട്ട് ചൂണ്ടുവിരൽ വിളക്കിന്റെ പ്രകാശത്തിലേക്ക് തീനാളത്തിലേക്ക് എടുത്തു വെച്ചിട്ട് യാ അഹ്നഫോ അഹ്നഫേ സ്വയമായിട്ട് തന്നെ വിളിച്ചിട്ട് പറയാ, ഓ അഹ്നഫേ, നീ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു നാളെ തരുന്ന ചൂടാണിത്. ഇതിന്റെ 1000-ലധികം ചൂട് നിനക്ക് തരുമ്പോ നീ കൈവരിക്കുമോ അഹ്നഫേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നരകത്തിന്റെ പ്രസംഗം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് തീയിലേക്ക് കൈവച്ച പ്രഭാഷണം കേട്ട ആളുകളെ കോരിത്തെരിപ്പിച്ച ഞെട്ടിത്തെരിപ്പിച്ച വിഷയമാണ് നരകമെന്ന് പറയുന്നത്. എങ്ങനെയാണ് സഹോദര സഹോദരി നരകമെന്ന ഭയാനകരമായ ഒരു വിഷയത്തെ കേട്ടിട്ട് ചിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാ? നരകമെന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു വസ്തുവാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, തഖറുജു മിനൻ നാരി ഉനഖുനി യൗമൽ ഖിയാമ. നാളെ പരലോക നാളിൽ അല്ലാഹുവിന്റെ മഹാകോടതിയുടെ മുമ്പിൽ പരിഭ്രാന്തിയോട് ഒരു കാലനക്കാൻ കഴിയാതെ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ശുപാർശകരില്ലാത്ത, അവനവൻ ചെയ്ത കർമ്മങ്ങളല്ലാതെ മറ്റൊരു കർമ്മം പ്രയോജനം ചെയ്യാത്ത പരിഭ്രാന്തിയുടെ പരലോകത്തെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അതാ നരകം ഇങ്ങനെ വെളിയിലോട്ട് വരികയാ. നരകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആ നരകം ഇങ്ങനെ വെളിയിലോട്ട് വരികയാ. ആ നരകത്തിന്റെ ഉള്ളിൽ നിന്നൊരു കഴുത്ത് വെളിയിലേക്ക് വരുമത്രേ. എന്നിട്ട് ആ കഴുത്തിനെ കുറിച്ച് പറയുന്നതെന്താ? ലഹു ഐനാനി തബ്സിറാ വലഹു ഉദുനാനി തസ്മാനി ലഹു ഐനാനി തുബ്സിറാനി. ആ നരകത്തിൽ നിന്ന് വരുന്ന കഴുത്തിന് 2 കണ്ണുകളുണ്ട്, കാണാൻ കാഴ്ചയുള്ള 2 കണ്ണുകൾ. അതിന് 2 ചെവികളുണ്ട്. ആ ചെവികൾക്ക് കേൾവി ശക്തിയുള്ള, ഞാൻ നിങ്ങൾ കേൾക്കുന്നത് പോലെ കേൾക്കാൻ കഴിയുന്ന, ഞാൻ നിങ്ങൾ കാണുന്നത് പോലെ കാണാൻ കഴിയുന്ന വലിസാനുനെ യന്ദികു ബിഹാ വലിസാനുനെ യന്ദികു ബിഹാ. അതിനൊരു നാവുണ്ട്. ആ നാവ് കൊണ്ട് നമ്മളെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമത്രേ. ഇനി പറയുക, നരകത്തിന് ജീവനില്ലയോ? തന്റെ നാവിങ്ങനെ വെളിയിലോട്ടിട്ടുണ്ട്. ആ നരകത്തിൽ നിന്ന് വന്ന കഴുത്ത് ഉറക്കെ ചോദിക്കുമത്രേ, ഞാൻ 3 വിഭാഗം ആളുകളെ തെരഞ്ഞു വന്നടാ. ഭീമാകാരമായ നാക്കുമിട്ടുകൊണ്ട് ഇങ്ങനെ പരലോകത്ത് പാതി നടക്കുമ്പോ അല്ലാഹു ചോദിക്കുമത്ര, നീ ആരെയാണ് തേടുന്നത്? ആ നരകത്തിന്റെ ഭാഗം പറയുന്ന മറുപടി, ഞാൻ 3 പേരെ തേടി വന്നടാ. ഒന്നാമത്തെ ആരെന്നറിയോ? വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് കൂടുതൽ ഇതിലേക്ക് വിശദീകരിക്കുന്നില്ല. ആ ഒരുങ്ങി വന്ന ഭീമാകാരമായ നാവ് കൊണ്ട് നക്കി തുടക്കാമെന്ന പ്രതികാരവാഞ്ചയുള്ളത് പോലെ വന്ന കടുത്തു ചോദിക്കുമത്രേ, ഞാൻ ജനങ്ങളെ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതികൾ എവിടെ? ജനങ്ങളെ അടക്കി ഭരിക്കുന്ന പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കുന്ന, പാവപ്പെട്ട സിവിലിയന്മാരെ കൊന്നെടുക്കുന്ന ഏകാധിപതികൾ എവിടെ? സഹോദര, 10,000 കൊന്നൊടുക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ വികസനത്തിന്റെ പേരിൽ ഇറാഖിൽ കൊന്നെടുക്കുക, അഫ്ഗാനിൽ കൊന്നെടുക്കുക, ചെച്ചനിയിൽ കൊന്നെടുക്കുക ഏകാധിപതികൾ എവിടെ? എവിടെ ജോർജ് ബുഷ് എവിടെ? കംബോഡിയയിൽ 10,000 തലയോട്ടിയിൽ സിംഹാസനം പടന്നപ്പോൾ പോട്ടെവിടെ? ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് നമുക്ക് കേൾക്കാം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വേദനയായി പടരുന്ന നമ്മുടെ പാവപ്പെട്ട സിറിയൻ മുസ്ലിമീങ്ങൾ ഇന്നലെ രാസായുധം പ്രയോഗിക്കപ്പെട്ടപ്പോ, രാസദ്രാവകം പ്രയോഗിക്കപ്പെട്ടപ്പോ ആ സിറിയയിൽ ഇന്നത്തെ ഫേസ്ബുക്കിൽ അതിന്റെ വീഡിയോ കാണാം. എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് ശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുന്നത്. ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഓടിപ്പോയ കുഞ്ഞുങ്ങൾ ഉമ്മാന്റെ കൈ വിട്ട് തളർന്നു വീണ് അവരുടെ വായിലൂടെ നൊരയും പറയും
ചെയ്യുന്നുണ്ട്. ശ്വാസം കിട്ടാതെ രാസായുധ പ്രയോഗത്തിൽ സിറിയയിലെ പാവപ്പെട്ട മുസ്ലിം കുട്ടികൾ കൊല ചെയ്യപ്പെടുമ്പോ അത് കണ്ടുകൊണ്ട് ബഷാറുൽ അസദിന്റെ ഭരണകൂടം പൊട്ടിച്ചിരിക്കുമ്പോ അവരെ കൈകാര്യം ചെയ്യാൻ ഏകാസ്ഥാനമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് വിചാരണ ചെയ്യാൻ കഴിയാതെ വരുമ്പോ നാളെ പരലോകത്ത് നരകം ചോദിക്കുമത്രേ. എവിടെ ബഷാറുൽ അസദ്? എവിടെ? സ്വേച്ഛാധിപതികളെ തേടിയാണ് ഞാൻ വരുന്നതെന്ന്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമേടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആ നരകത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, അവ സംസാരിക്കുന്നതാണെന്ന് നബിയുൽ വറ മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പരിചയപ്പെടുത്തുന്നത് നാമൊക്കെ പരിചയപ്പെട്ടതുപോലെ വെറും ഒരു അഗാധ ഗർത്തം മാത്രമല്ല. ഖുർആൻ ഇത് മുഴുവനും പറയുന്നത് ഖുർആനാണ്. അപ്പൊ അതിന് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, സംസാരിക്കുന്ന നാവുകളുണ്ട്. ഇതിപ്പോ നരകത്തിന്റെ ഉള്ളിലുള്ള പാമ്പിന്റെ അവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു കഴുത്തിന്റെ അവസ്ഥയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ മഹാനായ അനസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നരകം തന്നെ പരസ്പരം സംസാരിക്കാറുണ്ട്. നമുക്ക് ആദ്യം നോക്കേണ്ടത് നരകത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. ഹദീസുകൾ നമ്മോട് കൃത്യമായി പറയുന്നുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നരകം തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതിനുശേഷം നരകത്തെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എത്ര നരകമാണ്, ഏതൊക്കെ നരകമാണ്, ആരൊക്കെയാണ് പോവുക. സമയത്തിന്റെ ഉള്ളിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരമാവധി സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ ഉറക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. ഈ ആളുകൾ ഒത്തിരി കൂടിയിട്ടും കാര്യമില്ല. കുറച്ചേ കൂടിയുള്ളൂ. കൂടുന്നതിനൊരു ജീവൻ വേണം, എന്നാലേ ശരിയാവും. ആളുകൾ ഒത്തിരി കൂടിയിട്ട് അനങ്ങാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചാളെ ഉള്ളെങ്കിലും ഉള്ളതിനൊരു ജീവൻ ഉണ്ടായിരിക്കലാണ്. നമ്മുടെ സദസ്സിന്റെ ജീവൻ എന്ന് പറയുന്നത് സലാത്തും ദിക്റും ദുആകളും ഒക്കെയാണ്. അതെപ്പോഴും നമ്മുടെ സദസ്സുകളിൽ ഉണ്ടാവും. ഒന്നാമത് ഭയങ്കര ചൂട്, അതിന് പറ്റിയ സമയമൊന്നുമില്ല. അമ്മാതിരി ചൂടുകളുണ്ട്, ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് ആളുകൾ. അള്ളാഹു നമ്മളെ എല്ലാവിധ ചൂടിൽ നിന്ന്. ഇങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ചൂടെന്തായിരിക്കും ആലോചിച്ചു. ഇങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ചൂടെന്തായിരിക്കും. ആ നരകത്തിന്റെ ഏറ്റവും ചൂടുള്ള നരകത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അല്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നവന് നരകമോചനം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിചയ കൂടിയാണ് സ്വലാത്ത് എന്ന് നമ്മൾ അറിയുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നരകമൊരിക്കൽ അല്ലാഹുവിനോട് പരാതി പറഞ്ഞു അത്രേ. നരകം ആരോട് പരാതി പറഞ്ഞു? അല്ലാഹുവിനോട്. പഞ്ചായത്ത് പ്രസിഡന്റിനോടല്ല, അല്ലാഹുവിന്റെ നരകം അല്ലാഹുവിനോട് പരാതി പറഞ്ഞു. എന്താ പരാതി? ആ പരാതി മറ്റൊന്നുമല്ല, നരകത്തിന്റെ വലതുഭാഗം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ നേരെ എതിരെയുള്ള നരകമെന്ന് പറഞ്ഞാൽ നീ കത്തിച്ചൊലിപ്പിച്ചിരിക്കുകയാണല്ലോ. എന്റെ നേരെ എതിർഭാഗത്തുള്ള നരകത്തിന്റെ ഭാഗം അതിന്റെ ചൂട് കാരണത്താൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. നരകമെത്രയോ ആവലാതി പറയാണ്. നരകത്തിന്റെ വലതുഭാഗം ആവലാതി പറയാ, അല്ലാഹുവേ, എതിർഭാഗത്ത് നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ആ സമയത്ത് മറുഭാഗം ആവലാതി പറയുന്നു, അല്ലാ, എന്റെ എതിർഭാഗത്ത് നിന്ന് വരുന്ന ചൂട് കൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ എന്ന്. നരകത്തിന്റെ പല ഭാഗങ്ങളും എതിർഭാഗത്ത് നിന്ന് ബഹിർസ്വരിക്കുന്ന ചൂട് സഹിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവോട് ആവലാതി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് പറഞ്ഞു, നരകമേ, നിങ്ങൾക്ക് ഈ ചൂടിന്റെ അകത്ത് തള്ളി നിൽക്കുന്നത് കൊണ്ട്
സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആ ഉള്ളിൽ കിടക്കുന്ന ചൂടിനെ നീ വെളിയിലേക്കൊന്ന് നിശ്വസിച്ച് കളയുക. അങ്ങനെ അള്ളാഹു നരകത്തിന് അനുമാനം കൊടുത്തപ്പോ ഉള്ളിലെ ചൂട് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളിൽ കെട്ടിക്കിടന്നിട്ട് വല്ലാതെ ദുസ്സഹമാകുമ്പോ നരകത്തിന് തന്നെ നരകത്തിന്റെ തീ സഹിക്കാൻ കഴിയാതെ വരുന്നെങ്കിൽ സഹോദരാ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നരകത്തിന്റെ തീരെ നീ പെടുത്തല്ലേ അല്ലാ. മനസ്സുരുകി ദുആ ചെയ്തോ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ, നരകത്തിന്റെ തീ നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയുന്നതിന് അപ്രാപ്യമാകുമ്പോ അതിന്റെ ഉള്ളിലെ കെട്ടിക്കിടക്കുന്ന ചൂടിനെ നരകമെന്ന് വെളിയിലേക്ക് നിശ്വസിച്ചു കളയും. അങ്ങനെ നരകം നിശ്വസിക്കുന്നതാണ് ഇന്ന് ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ചൂടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഈ ശബ്ദം കേൾക്കുമ്പോ കേട്ടിരുന്നിട്ട് തലപ്പാവടിച്ചിട്ട് വീശുന്നവരുണ്ട്, കയ്യിലിരുന്നിട്ട് വല്ലാതെ ചൂട് കൊണ്ട് അസ്വസ്ഥത കാണിക്കുന്നവരുണ്ട്, ശരീരത്തിന്റെ ഉള്ളിൽ കോളർ പൊക്കിയിട്ട് ചൂട് വെളിയിലോട്ട് കഴിയുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ രീതിയിൽ നമ്മൾ ചൂട് കാരണത്താൽ ഞാൻ ജാബിറിനോട് പറഞ്ഞിട്ട് ആ ഫാനന്റെ നേരെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹിക്കാൻ കഴിയാത്ത ചൂടേതാ? നരകത്തെ അല്ലാഹു കത്തിച്ച് 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 അവസാനം ആ ചൂടതിന്റെ ഉള്ളിൽ തങ്ങി നിന്നുണ്ട്. അത് നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് നരകം അത് വെളിയിലോട്ട് ഊതിക്കെടുക്കുന്ന ഒരൽപ്പം നരകമെന്ന് ശ്വാസം വിടുന്നതാണ് ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ചൂടുകളെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ആദ്യം തന്നെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോട്ട് കടക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ആ നരകത്തെ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. നരകം പരസ്പരം സംസാരിക്കാറുണ്ട്. ആ നരകത്തിന് കണ്ണ് മാത്രമല്ല, കാതു മാത്രമല്ല, അതിന് നാവ് മാത്രമല്ല, ആ നരകത്തിന് ഒരു ആമാശയം കൂടിയുണ്ട് എന്നല്ലേ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഇതെന്ന് മുഹമ്മദ് കബീർ ആലങ്കാരികമായി പേടിപ്പെടുത്താൻ പറയുന്നതല്ല. നാളെ ദുർമാർഗികളെ നരകത്തിന്റെ അഗാധമായ ആമാശയത്തിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹു ചോദിക്കുമത്രേ, നരകമേ നാളെ തമ്മാടികൾ അല്ലാഹു നരകത്തിലോട്ട് വലിച്ചെറിയുമത്രേ. എങ്ങനെയാ നരകത്തിലോട്ട് വലിച്ചെറിയുന്നത്? എങ്ങനെയാ? അതിന്റെ ഒരു ചിത്രീകരണം ഖുർആൻ നടത്തുന്നുണ്ട്. ഫയൂഖദു ബിന്നവാസി വൽഅഖദാർ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വൽഅഖദാർ. തമ്മാടികളായ ആളുകൾ, മദ്യപാനികളായ ആളുകൾ, കഞ്ചാവിന്റെ അടിമകളായ ആളുകൾ, തലമറക്കാട് ഔറത്ത് നടക്കാട് പരപുരുഷന്മാരുടെ മുമ്പിലൂടെ നടന്നു പോയ പെണ്ണുങ്ങൾ, അവര് നാളെ കത്തിക്കാറുന്ന നരകത്തിന് മുമ്പിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് വിളിച്ചു പറയും, അത്ര മലക്കുകളെ, ഖുദൂഹു ഫഗുല്ലൂ, ആ തമ്മാടിയെ കടന്നു പിടിക്കുക എന്ന് അല്ലാഹുവിന്റെ മലക്കുകളോട് കൽപ്പന വരുമ്പോ കത്തിക്കാളുന്ന നരകത്തിന്റെ തീനാളം കണ്ട് വേവലാതിയോടെ ഓടി രക്ഷപ്പെടുന്ന നേരം അല്ലാഹുവേ, ഞാൻ ഇന്ന് പറയുന്നത് മുഴുവൻ നരകത്തെ കുറിച്ചാ. ഇത് നമ്മുടെ ഹൃദയത്തിനൊരു പേടിപ്പെടുത്തുന്ന ഓർമ്മയാകണം. പലപ്പോഴും നിന്ന് നമ്മുടെ ചിന്തയുടെ മാറ്റങ്ങളാവണം. അവരങ്ങനെ ഓടുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് അവരെ പുറകിൽ നിന്ന് പിടികൂടുമത്രേ. അവരുടെ കഴുത്തിലും അവരുടെ കാലിലും പിടിച്ചിട്ട് മലക്കുകൾ ഇങ്ങനെ ചാക്കെടുത്തിട്ട് ലോറിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ആ മലക്കുകൾ അവരെ പിടിച്ച് നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ ഓരോരുത്തരായി നരകത്തിന്റെ അഗാധതയിലോട്ട് വീടുകയാ. ഒന്നിനു പുറകെ ഒന്നായി ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിന്റെ തീനാളത്തിലേക്ക് മലായികത്തുകൾ വലിച്ചെറിയുമ്പോ ആ ആളുകൾ
വന്ന് നരകത്തിന്റെ കുടിയിൽ ഇങ്ങനെ അട്ടിയായി കൂടി വരുമ്പോ അല്ലാഹു ചോദിക്കുമത്ര നരകമേ യൗമ നഖൂലു ലി ജഹന്നമ ഹലിൻ തലത് വതഖൂലു ഹൽ മിൻ മസീദ്. ആ സമയത്ത് ചോദിക്കും നരകമേ നിന്റെ വയറ് നിറഞ്ഞോ? നരകമേ നരകത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ആ നരകത്തിന്റെ വയറ് നിറക്കാനുള്ളവരായി നമ്മൾ മാറിപ്പോകരുത്. അല്ലാഹു ചോദിക്കും നരകമേ നിന്റെ വയറ് നിറഞ്ഞോ? നരകമേ ഹലിം തലത്തി, ഓ നരകമേ നിന്റെ വയറ് നിറഞ്ഞോ? ഏറ്റവും വലിയ ശാപ്പാട് വീരൻ നരകമാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് തന്നെ ആമാശയം നിറയാതെ വരുമ്പോ, വിശപ്പടങ്ങാതെ വരുമ്പോ നരകം ചോദിക്കും അല്ലാഹുവേ വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടെങ്കിൽ എന്റെ ആമാശയത്തിലേക്ക് ഇട്ടോ അല്ലാ. വിശപ്പടങ്ങാത്ത നരകം, നരകത്തിന് വിശപ്പടങ്ങില്ല. എത്ര വലിയ തമ്മാടികളുടെയും എത്ര വലിയ തടിച്ചു കൊടുത്തവനെ തിന്നാലും നരകത്തിന്റെ ആമാശയം നിറയൂല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വിശപ്പടങ്ങാത്ത നരകം. നരകം പറയും വതഖൂലു ഹൽ മിൻ മസീദ്, ഇനി ഉണ്ടെങ്കിൽ അല്പം കൂടി ഇട്ടോ അല്ലാഹു. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ ഉറക്കെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? നരകത്തിന്റെ ആമാശയം അത്രത്തോളം വലുതാണ്. എത്രത്തോളം വലുത് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്ന ഒരു വിവരണമുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ 7 അറകളാണ്, 7 തട്ടുകളാണ്. നരകം എത്ര ആളുകളെ പോയി വീണാലും ഏതായാലും ഒരാൾ പോലും നരകത്തിൽ പോവാതെ അതിനെ കാണാതെ ഒരാൾ സ്വർഗത്തിലേക്ക് പോകില്ല. സ്വർഗത്തിലേക്ക് അല്ലാഹു മുഅ്മിനീങ്ങളെ കൊണ്ടുപോകുമ്പോ ആ നരകത്തെ ഒന്ന് മെല്ലെ ഒന്ന് അപ്പുറത്തുനിന്ന് കാണിച്ചു തരുമെന്നാണ്. എന്തുകൊണ്ട്? അല്ലാഹു നൽകിയ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ വില അറിയാൻ പോണ വഴിക്ക് അല്ലാഹു ഒന്ന് കാണിച്ചു. ഇങ്ങനെ കൂടെ നിന്റെ കൂട്ടുകാർ, നിന്റെ കളിക്കൂട്ടുകാർ, നിന്റെ കൂടെ നടന്ന തെമ്മാടികൾ, അവരൊക്കെ ഇത് അനുഭവിക്കുമ്പോഴാണ് ഞാൻ നിനക്ക് ഏറ്റവും തണുപ്പുള്ള വെള്ളവും ശയിക്കാനുള്ള തലയിണയും നിനക്ക് സുന്ദരികളായ ഹൂറുകളെയും തരുന്നത് എന്നറിയാൻ അല്ലാഹു നരകത്തെ കാണിച്ചു തരുമെന്നാണ്. ഏതായാലും നരകത്തെ കാണുമെന്ന കാര്യം ഉറപ്പാണ്. നീ സ്വർഗത്തിൽ പോണ ആളാണെങ്കിലും നരകത്തെ കാണും, ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട്? ഖുർആൻ പറയുന്നത് നരകത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിൽക്കുന്നവരെയും കാണാം, സ്വർഗത്തിൽ നിൽക്കുന്നവർക്ക് നരകത്തിൽ നിൽക്കുന്നവരെയും കാണാം. അതുകൊണ്ടാണ് നരകത്തിന്റെ തീയിൽ കിടന്ന് നിലവിളിക്കുമ്പോ നരകവാസികൾ സ്വർഗവാസികളെ നോക്കി വിളിക്കുന്നത് അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം ഞങ്ങൾക്ക് തരുമോ എന്ന് നരകവാസികളെ കിടന്ന് നിലവിളിച്ചു ചോദിക്കും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നരകത്തെ നമ്മളെല്ലാവരും കാണും എന്ന കാര്യം ഉറപ്പാണ്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്വർഗമൊക്കെ വേണം. നമുക്ക് വാളിന് വരാനും പറ്റൂല, നിക്കരിക്കാൻ വരാനും പറ്റൂല, സദക്ക ചെയ്യാനും പറ്റൂല, ഒന്നിനും പറ്റൂല. എന്നാ വിട്ട് നമുക്ക് സ്വർഗം വേണം. നരകത്തിന്റെ മുമ്പിലൂടെ പോകാതെ ഒരാളും പോവില്ല. ഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഖത്മൻ മഖ്ലിയ. ഖുർആൻ സൂറത്തു ത്വാഹ. അല്ലാഹു പറയാണ് എല്ലാവരും അതിന്റെ മുമ്പിൽ പോകും. എന്താ നരകം? നരകം എന്ന് പറഞ്ഞാൽ അത് 7 പാർട്ടാണ്. എത്ര പാർട്ട്? എത്രയാ? ആ 7 പാർട്ടുകൾ 7 ഭാഗമായിട്ടാണ്. ആ 7 ഭാഗത്തെയും അതിൽ പോകുന്ന ആളുകളെയും അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നരകത്തിന്റെ 1ാമത്തെ ഭാഗത്തിന്റെ പേരാണ് ഹാവിയ. എണ്ണി പഠിച്ചോണേ. ഇത് കഴിയുമ്പോ ചോദിച്ചാൽ പറയണം. 1ാമത്തേത് ഈ സദസ്സിനെ ഒന്ന് ചലനാത്മകമാക്കി എടുക്കാൻ വലിയ പാടാണ്. ഇതൊന്ന് നന്നാക്കി ഒന്ന് ഹൃദയം ഒന്ന് അലിച്ചെടുക്കാൻ വലിയ പാടാണ്. അതിൽ നമ്മൾ കൊട്ട് കേൾക്കുമ്പോൾ ഐസ് മേടിക്കണ മാതിരിയാണ്. 50 രൂപ 50 പൈസ കൊടുത്തിട്ട് ഒരു ഐസ് മേടിച്ചാല് നമ്മുടെ വായിലേക്ക് വെച്ചാൽ അതിനകത്ത് വെള്ളവും വരൂല, ഒരു വല്ലാത്ത കട്ടിയായിരിക്കും ഫ്രീസറിൽ ഇരുന്നിട്ട്. കുറെ കഴിഞ്ഞ് നമ്മൾ നാക്കും മോണ ഇട്ടിട്ട് പണി ചെയ്താല് അവസാനം കുറെ കഴിയുമ്പോൾ അത് അലിഞ്ഞലിഞ്ഞ് അവസാനം നമുക്ക് നല്ല സുഖവും രസവും തരും എന്ന് പറയണ മാതിരി
ഈ വാതിന് പറഞ്ഞ ആളുകളെ ആദ്യം ഇത് മയമുള്ളതാണ്, പക്ഷെ ഒന്ന് മയമാക്കി എടുക്കാൻ പറ്റിയ പാടാണ്. അതായി ട്രാക്കിലോട്ട് കയറിയ പിന്നെ അൽഹംദുലില്ലാഹ് ഖൈറാൻ. അള്ളാഹു നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകും. ഇപ്പൊ നമ്മൾ പരസ്പരം അറിയുന്നവർ, ഞാൻ നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല, നിങ്ങൾ എന്നെ നന്നാക്കാൻ വന്നതല്ല, നമ്മൾ പരസ്പരം രണ്ടുപേരും സ്വയം നന്നാവാൻ വന്നവരാണ്. അപ്പോ ഇവിടെ ഖുർആൻ ആദ്യം പറയുന്നത് നരകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹാവിയ. എന്താണ് പറയാ? ഓരോ ഭാഗവും പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഒന്നാമത്തെ ഭാഗമാണ് ഒന്നാമത്തേത് കത്തിക്കാളുന്ന ഹാവിയ എന്ന നരകമാണ്. ആരാണ് ഹാവിയ എന്ന നരകത്തിൽ പോകുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ ഹാവിയ എന്ന നരകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാ. നരകത്തിന്റെ ഹാവിയ എന്ന ഭാഗത്തിൽ പ്രവേശിക്കുന്നതാരാ? വമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഹാവിയ എന്ന കത്തിക്കാളുന്ന നരകത്തിൽ പ്രവേശിക്കുന്നവർ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകൾ എഴുതിയ കിതാബ് മീസാനിൽ വെച്ച് തൂക്കി നോക്കുമ്പോ ആരുടെ തിന്മകൾക്ക് ത്രാസിനാണോ തൂക്കം കൂടുതൽ, ആർക്കാണോ നന്മയുടെ ത്രാസിന് ഭാരം കുറവുള്ളത്, അവരാണ് ഹാവിയ എന്ന നരകത്തിന്റെ അവകാശികളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഹാവിയ എന്ന നരകം ചുരുക്കി ഞാൻ പറയാ, നാളെ പരലോകത്ത് അല്ലാഹു നന്മ തിന്മകൾ മീസാനെന്ന ത്രാസിൽ തൂക്കി നോക്കുമ്പോ ആർക്കാണോ നന്മയുടെ ത്രാസിന് ഭാരം കുറവുള്ളത്, അവരാണ് ഹാവിയിൽ കിടക്കുക. അല്ലാഹു ഹാവിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മീസാനിൽ ത്രാസിൽ തൂക്കി നോക്കുമ്പോ നന്മയുടെ ത്രാസിന് ഭാരം കുറവുള്ളവർ അവരാണ് ഹാവിയിൽ. വേറെ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനാണ് ചിലത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത്. അള്ളാഹു നാളെ നന്മ തിന്മകൾ തൂക്കുന്നൊരു ത്രാസ് ഉണ്ട്. ആ ത്രാസിന് അള്ളാഹു ഭാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമീൻ പറയും. അപ്പൊ അതിന് ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകില്ല, ഹാവിയായി പോകൂല. അപ്പൊ വെറുതെ വഹദ് പറഞ്ഞു പോകുന്നതിലല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ആ നന്മയുടെ ത്രാസിന് ഭാരം കൂട്ടാനുള്ള എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ ആ വഴിയെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം. ഡോക്ടർ ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഓപ്പറേഷൻ എനിക്ക് പേടിയാ. അപ്പൊ ഡോക്ടർ പറയുന്ന മരുന്ന് കഴിച്ചു നോക്ക്, ഓപ്പറേഷൻ ഒഴിവാകും. അതേപോലെ നരകമെന്ന് പറയുന്ന തീയിലേക്ക് കടന്നു പോകുമ്പോ നരകത്തിന്റെ ശിക്ഷ 4 രീതിയിലാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറയാം. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. അപ്പോ ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഒരു മരുന്നിന് കഴിയുമെങ്കിൽ പിന്നെ അതിന് നമ്മൾ തുനിയാതിരിക്കലല്ലേ നല്ലത്. അപ്പൊ അല്ലാഹു പരലോകത്ത് മീസാൻ എന്ന ത്രാസിന് ഭാരം നൽകുന്ന ഒരു ചെറിയ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുമോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യ. നമ്മൾ വെറുതെ വാത് കേട്ടിട്ട് പോയില്ലല്ലോ. കബീർ മുസ്ലിയാർ വന്നിട്ട് എന്ത് പറഞ്ഞു? അത് എന്തൊക്കെയോ പറഞ്ഞു, ടപ്പെടാന്ന് പോയി. ഞങ്ങളെല്ലാരും തിരിച്ചു പോയി ദുആയും കഴിഞ്ഞ്. അതുകൊണ്ട് അർത്ഥമില്ല. നാളെ മുതൽ നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ ആഖിറത്തിലേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വാക്ക് അത് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമോ? ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. ഉറക്കമെങ്കിലും പോട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി. മാഷാ അല്ലാഹ്, ഞാനും പൊക്കി. ആദ്യം നമ്മളല്ലേ പൊക്കണ്ടേ? ഞാനും പൊക്കി. ആസ്റലിയും പൊക്കി. ഇമാമല്ലേ ആദ്യം വെക്കേണ്ടത്. യൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റക്കബറ
ഞാൻ നിങ്ങളെ മാടി വിളിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പാരമ്പര്യത്തിലേക്കാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എല്ലാ ദിവസവും മഗ്രിബ് കഴിയുമ്പോൾ നിങ്ങൾ പറയണേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സകീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ ഏറ്റവും ബുദ്ധി ഏറ്റവും ഏറ്റവും പ്രയാസമില്ലാത്ത രണ്ട് വാക്കുകളുണ്ട്. ഏറ്റവും എളുപ്പമായ രണ്ട് വാക്കുകൾ നാവിന് ഏറ്റവും എളുപ്പമാണ്. എന്നാൽ എത്രയേറെ എളുപ്പമാണെങ്കിലും സകീലത്താനി ഫിൽ മീസാൻ, നാളെ പരലോകത്ത് ഹാവിയ എന്ന കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ പോകുമ്പോ ആ സമയത്ത് നിന്നെ നന്മയുടെ ത്രാസിന് ഏറ്റവും ഭാരം നൽകുന്ന കട്ടിയുള്ള വാക്കാണ് വഹബീബത്താനി ഇലർ റഹ്മാൻ, നിന്റെ ഏകനായ അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന വാക്കുമാണ്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ തിരുദൂതരെ, നാളെ ഹാവിയ എന്ന നരകത്തിന്റെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ. എല്ലാ ദിവസവും മഗ്രിബ് കഴിയുമ്പോ പ്രിയപ്പെട്ടവങ്ങള്, സന്ധ്യാസമയത്ത് മഗ്രിബിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് സീരിയൽ കാണുന്ന സിനിമ കാണുന്ന പെണ്ണ്, നാളെ നീ ഇത് ചെയ്തു പോയാൽ നിന്റെ വീട്ടിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ. ഒരു കാലത്ത് കുടയത്തൂരും കാനാറുമൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി നടന്ന ഒരു കാലഘട്ടത്തില് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ മുഴുവനും ഈ ദിക്റുകൾ ഉണ്ടായിരുന്നു. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരോട് ഞാൻ പറയാ, മഗ്രിബിന്റെ സമയം പ്രധാനപ്പെട്ടതാണ്. എന്താ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രത്യേകത എന്നറിയോ? ഒന്നാമത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന നേരമാ. രണ്ടാമത് മഗ്രിബ് മരണത്തെ ഓർക്കാനുള്ളതാണ്. മഗ്രിബിന്റെ സമയമാകുമ്പോ കൊടയത്തൂർ പള്ളിയുടെ ഖബർസ്ഥാനിനെ ഓർക്കണം. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാ, മഗ്രിബ് എന്തിനാണ്? നമ്മുടെ ചുറ്റുഭാഗത്ത് ഇരുൾ പടരുകയാണ്. രാത്രി വന്നല്ലോ അല്ല, ഇരുൾ പടർന്നല്ലോ അല്ല, ഇതിനേക്കാൾ വലിയൊരു ഇരുട്ടിന് ഞാൻ പോയി കിടക്കണമല്ലോ. ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു മഗ്രിബ് തന്നത്. ഓ, മഗ്രിബിന്റെ സമയത്ത് ഖബറിനെ ചിന്തിക്കേണ്ട സമയത്ത്, അല്ലാഹുവിന്റെ മുമ്പിലുള്ള അദാബിനെ ചിന്തിക്കേണ്ട സമയത്ത്, ലോകത്തുള്ള സിനിമ കാണിക്കുന്ന പ്രിയപ്പെട്ടവങ്ങളെ, നമ്മുടെ വീടുകളിലെ ടിവികൾ സജീവമാകുമ്പോ, നമ്മുടെ മൊബൈലുകളും വാട്സപ്പുകള് സജീവമാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഇത് നാളെ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്ത് നിന്റെ മക്കൾക്കും പ്രയോജനം ചെയ്യും. ആ സമയത്ത് നീ ഉറക്കെ പറയണേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ. ഒരു കാലത്ത് നമ്മുടെ പള്ളിയിലും മഗ്രിബിന് മുമ്പ് ദറസുകളും ഉസ്താദന്മാരും ഉണ്ടായിരുന്ന കാലഘട്ടത്തില് നമ്മുടെ പള്ളിയിലും മഗ്രിബിന് മുമ്പ് ഈ ദിക്റൊക്കെ പറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ സമൃദ്ധി നിറഞ്ഞിരുന്നു. ആ വീട്ടിലിരുന്ന് പറഞ്ഞ കാലത്ത് നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടായിരുന്നു. നമ്മുടെ തൊടിയിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വെട്ടിയിട്ട് ഉപ്പായും ഉമ്മായും ഒക്കെ ഹജ്ജിന് പോയിരുന്നു. ഇന്ന് ലക്ഷങ്ങളുടെ ബാലൻസ് ഉള്ള ബിസിനസ് നടത്തിയിട്ടും ഇതേവരെ വാപ്പാനെ ഉമ്മാനെ ഹജ്ജിന് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ ദിക്റിന്റെ നന്മകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോ, നമ്മുടെ പഠിപ്പുരകളിൽ നിന്ന് അല്ലാഹുവിന്റെ ദിക്റിനെയും റസൂലുള്ളാഹിയുടെ സലാത്തിനെയും പടിയടച്ച് പിണ്ണം വെച്ചപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇഹലോകത്തിന്റെ നഷ്ടമാണ്, പരലോകത്തിന്റെ സൗഭാഗ്യമാണ്. പെങ്ങളെ, ഒരു സീരിയൽ കൊണ്ട് നിനക്ക് കിട്ടിയത് ഗ്ലിസറിൻ തേച്ചിട്ട് തന്നെ പെണ്ണുങ്ങൾ വന്നിട്ട് അവര് കിടന്ന് കരയുന്ന കണ്ണുനീര് കണ്ടിട്ട് നീ കരഞ്ഞപ്പോ, എന്താ പെങ്ങളെ സീരിയൽ കണ്ട കരഞ്ഞ പെണ്ണേ? മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ നരകം കേട്ട് കരഞ്ഞതോർക്കുമോ? നരകം കേട്ട് കരഞ്ഞതോർക്കുമോ? മഹാനായ സഹാബിയോട് പറഞ്ഞു, സഹാബി ഒന്ന് ഖുർആൻ ഓതുമോ? റാബിയത്തുൽ അദവിയ്യ എന്ന നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള പെണ്ണിരുന്ന് ഖുർആൻ കേൾക്കുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ.
ആയത്ത് ഇങ്ങനെ കേട്ടിരുന്നു. മഹാനായ സഹാബി പാരായണം ചെയ്തു റാബിയത്തുൽ അദവിയ കേട്ടുകൊണ്ടിരുന്നു. അവസാനം ഓതി നരകത്തിന്റെ ആയത്തെത്തിയപ്പോ ഇന്നലദൈനാ അൻകാലം വജഹിമാ വതആമന ദാഗുസ്സതിന് വഅദാബന അലീമാ. നാളെ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് കഴുത്തിൽ കെട്ടിയിട്ട് ആ നരകത്തിന്റെ മലക്കുകൾ വലിച്ചെറിയുമെന്നായത്തോടിയപ്പോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ബോധരഹിതയായി താഴെ വീണുപോയി. പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടില് കൊടയത്തൂര് കാഞ്ഞാറുള്ള വളരെ സങ്കടത്തോടെ ഞാൻ പറയാ, എന്റെ നാട്ടുകാരോടൊരു നാട്ടുകാരൻ എന്ന രീതിയിൽ, എന്റെ വീട്ടുകാരോടൊരു കൂടപ്പിറപ്പെന്ന രീതിയിൽ, എന്റെ അയൽപക്കക്കാരോട് എല്ലാ സദസ്സിലും നിങ്ങൾ ഓത്തു ദുആ ചെയ്യുന്നവൻ എന്ന പേര് കബീർ ബാക്കവി പ്രഭാഷണത്തിന്റെ കുലപതി എന്നൊക്കെ ഇവിടെ പറയുമ്പോഴും എന്റെ മനസ്സ് മാറിയിട്ടില്ല. ഞാനൊരടി പോലും മുമ്പോട്ടും പോയിട്ടില്ല, ഒരടി പോലും പുറകോട്ടും പോയിട്ടില്ല. ഏത് പ്രഭാഷണത്തിന്റെ കുലപതിയാണെങ്കിലും എനിക്കെന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് സഹോദരങ്ങളെ. ഈ മദ്രസയിരിക്കുന്ന കൊടയത്തൂർ പള്ളിയുടെ ഭാഗത്ത് ഒരു കാലത്ത് ഈ പള്ളിക്കലെ ഖത്തീബിന് ചോറെടുക്കാനെന്ന ചെറുക്കനായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹു ഇന്ന് ഈ സദസ്സിൽ എന്നെ എത്തിച്ചിട്ടുണ്ടെന്ന് അതെന്റെ ഉമ്മാന്റെ ദുആയാണ്, എന്റെ ഉസ്താദിന്റെ പൊരുത്തമാണ്. നമ്മളൊരു കാലഘട്ടത്തിൽ കാഞ്ഞാറ് കൊടയത്തൂർ അനുഭവിച്ച ആത്മീയതയുടെ സൗഭാഗ്യമാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നു പോകുമ്പോ പഴയ കാലത്ത് നമ്മുടെ എല്ലാ ആളുകളും നമുക്ക് പറഞ്ഞു തന്ന ആ വലിയൊരു സൗഭാഗ്യമുണ്ടല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ദിക്റുണ്ടോ? എങ്ങനെ മരിക്കും സഹോദരങ്ങളെ, എങ്ങനെ പരലോകത്ത് പോകും സഹോദരങ്ങളെ. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് കരയാ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വേദന കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകളടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു, ഉപ്പാ ഉപ്പാ, എന്റെ ഉപ്പാ പോവുകയാണോ എന്ന് ചോദിച്ച് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് പൊട്ടിക്കരഞ്ഞപ്പോ ആ സമയത്ത് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ എന്തിനാ കരയുന്നത്? വാപ്പാ മരിക്കാൻ പോകുന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് വാപ്പാക്ക് ഖബറിലേക്ക് ആവശ്യമുള്ളതൊക്കെ കൂട്ടിവെച്ചിട്ടാണ് വാപ്പ പോകുന്നത് മോളെ. മോളോട് അത്ഭുതപ്പെട്ട മോളോട് പറഞ്ഞു, മോളെ ഈ വീടിന്റെ 4 മൂലയിൽ നീ പോയി ചോദിക്ക്. ഈ വീടിന്റെ 4 മൂലയിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോ 4000 പ്രാവശ്യം ഞാൻ ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. അല്ലാഹു എനിക്ക് തന്ന ഈ വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ കലാം പൂർണ്ണമായി ഓതിയിട്ടാണ് നിന്റെ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളും അടക്കമുള്ളവരോട് നാളെ നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ അസ്റായീൽ വന്നിട്ട് വരാൻ സമയമായി, പോകാൻ സമയമായി, നിന്റെ മാന്യതയുടെ മൂടുപടമടയാൻ സമയമായി. യൗമ തുബിലസ് സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. പരലോകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യൗമ തുബിലസ് സറായിർ, രഹസ്യങ്ങളുടെ മൂടിയടിയുന്ന കാലം, രഹസ്യത്തിന്റെ മൂടുപടമണിയുന്ന കാലം, പകൽ മാന്യതയുടെ തൊപ്പിയടിയുന്ന കാലം, പകൽ മാന്യതയുടെ വേഷമടിയുന്ന കാലം. അല്ലാഹു പറയാ, നീ ചെയ്ത തെമ്മാടിത്തരങ്ങള് പടച്ചറബി ദേവനെ പരസ്യമാക്കിയിട്ടില്ല. അല്ലാഹു നിന്നെ ഇസ്സത്തോടെ ജീവിപ്പിച്ചവനാണ്. പക്ഷേ ഇല്ല യൗമ തുബിലസ് സറായിർ, നിന്റെ എല്ലാ മൂടുപടങ്ങളും രഹസ്യത്തിന്റെ മൂടുപടമണിയുന്ന ലോകം. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, നിന്റെ രഹസ്യത്തിന്റെ മൂടുപടം അല്ലാഹു വലിച്ചു കളയുമ്പോ, നിന്റെ മാന്യതയുടെ മൂടുപടം അല്ലാഹു വലിച്ചു കളയുമ്പോ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ, അതിനെ പിടിച്ചു വലിക്കാൻ നിനക്ക് ശക്തിയില്ലല്ലോ. വലാ നാസിർ, രക്ഷപ്പെടുത്താൻ നിനക്ക് നാസിരീങ്ങളില്ലല്ലോ. നിന്നെ രക്ഷപ്പെടുത്താൻ നാസിരീങ്ങളില്ലല്ലോ. ഇവിടെ വലിയ രക്ഷപ്പെടുത്താൻ പോലീസിന്റെ ഭരണകൂടമുണ്ട്. പക്ഷേ വലാ നാസിർ, ഒരു സഹായി പോലുമില്ലല്ലോ. പാവപ്പെട്ട അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നിട്ട് ആ കുഞ്ഞിനെ ഇടിമുറിയിലിട്ട് ചവിട്ടി തേച്ച് കൊന്നവന് ഓശാന പാടട്ടെ പാടാതിരിക്കട്ടെ. ഇവിടെ ലോകത്ത് നിനക്ക് ഏത് തെമ്മാടിത്തരത്തിനും അത് ഏതാളുകൾക്കും സഹായികളുണ്ട്. പക്ഷേ തെമ്മാടിത്തരം ചെയ്തവനെ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ
നാസിർ. ഒരു ശക്തിയും ഒരു സഹായമില്ലാത്ത ലോകത്തേക്ക് വാടാത്തമ്മാടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ ഭാര്യ മക്കൾ പൊട്ടിക്കരയുമ്പോ വാപ്പ ഈ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതിയിട്ടുണ്ട്. പെങ്ങളെ വീട്ടിലെത്ര സമയമാണ് വെറുതെ കളഞ്ഞത്? 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഞാൻ ഇവിടെ ഖത്മുൽ ഖുർആൻ തീർത്തിട്ടുണ്ട് മോളെ. അതുകൊണ്ട് വാപ്പാക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ലെന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരിമാരോട് പരലോകത്തിൽ രക്ഷപ്പെടണോ? കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം. സന്ധ്യക്ക് ബാങ്ക് വിളിച്ചാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാകണേ. ഉപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പഴയകാല കാഞ്ഞാറും കൊടയത്തൂരും ഒക്കെ കാണാൻ എന്ത് സുന്ദരമായിരുന്നു, കേൾക്കാൻ എത്ര സുന്ദരമായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ എത്രയോ നല്ലതായിരുന്നു നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ. ഇന്ന് നമ്മളതൊക്കെ മറന്നുപോയി. ഇന്ന് എത്രയോ അനൗൺസ്മെന്റ് കൊടയത്തൂര് പള്ളിയിൽ വാല് നടക്കുമ്പോ ആളുകള് കസേരയിൽ കയറിയിരിക്കണേ, നേരത്തെ വന്നിരിക്കണേ. പണ്ട് കാലത്ത് അങ്ങനെയല്ല. നമ്മളിവിടെ എത്രയോ നേരത്തെ വന്നിരുന്നു. ഇവിടെ എത്രയോ നേരത്തെ മൗലായ പാടപ്പെട്ടു. സുഹൃതങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആധുനിക ലോകത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയപ്പോ അല്ലാഹു പറയാ, നിനക്ക് നഷ്ടപ്പെടുത്തിയത് നീ മീസാൻ എന്ന ത്രാസിന്റെ ഭാരമാണ് മോനെ. നീ വലിച്ചെറിഞ്ഞത് സുഹൃതങ്ങളെയല്ല, നിന്നെ മീസാൻ എന്ന ത്രാസിന്റെ ഭാരത്തെയാണ് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സന്ധ്യകളെ സജീവമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പഴയകാല ആ ഒരു നന്മയുണ്ട്, ആ നന്മയിലേക്ക് തിരിച്ചു നടക്കണം. ഹാവിയ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാരമുള്ള സുഹൃതങ്ങളെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോന്നോരോന്നായി നമ്മൾ ഇല്ലാതാക്കിയത്. വെറുതെ അല്ല, ഓരോന്നോരോന്നില്ല നമ്മുടെ വീട്ടിലില്ലാതാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വെളിയിലോട്ട് കളയുന്ന എന്തിനാണ്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമുള്ളതാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ആമീൻ പറ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ ഉണ്ട്. മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള ഒരു സാധനം പറഞ്ഞു തരട്ടെ. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലൂലേ മഗ്രിബിന് ശേഷം? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ് പറ. നമ്മുടെ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ മുഴുവനും ഇപ്പൊ ഇന്റർനെറ്റിലാണ്. നെറ്റി കണ്ട് വാപ്പാനും ഉമ്മനെ കൊന്നു, പെങ്ങളെ കൊന്നു, കണ്ണ് കാണാത്ത ഒരുത്തേം കൊന്നു. എവിടെ നിന്നാണിത്? യഥാർത്ഥത്തിൽ അറിയുന്ന ആ കുടുംബം മുഴുവനും ഈ സാത്താൻ സേവയെ അംഗീകരിച്ചവരാണെന്നാണ് വിവരം പ്രകാരം. തെറ്റാണോ ശരിയാണോ അറിയില്ല. റവാഹു കേരള പോലീസ് ആ മൊഴി അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീടുകളിലേക്ക് അന്ധവിശ്വാസങ്ങൾ ഈ നെറ്റ് വളരെ അപകടകരമാണ്. ഞാൻ ഒറ്റപ്പാലത്തുള്ള എൻ്റെ ഹാഫിളിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് വെച്ചു. അതിലേക്ക് വന്ന ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞാണ്, അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മകളുമായി. അതുകൊണ്ട് എന്നെ മകളെ ഒന്ന് രക്ഷിക്കണം, മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്താന്ന് ചോദിച്ചപ്പോ എന്റെ മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഞാൻ നടത്തി കൊടുത്തു. അവൾക്ക് ഇഷ്ടമില്ല. അവൾ എപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്യാൻ. എന്താണ് സെർച്ച് ചെയ്യുന്ന അറിയാൻ വേണ്ടി അവൾക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല. എപ്പോഴും അവള് നെറ്റിലാണ്. അവളുടെ ആഗ്രഹത്തിന് ഞങ്ങൾ എതിര് നിന്നു. അങ്ങനെ നേരെ പോയി ഒരിക്കൽ അവൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന എന്താന്നൊക്കെ, അവള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന എന്താണെന്നറിയാവോ? അവള് സെർച്ച് ചെയ്യുന്നത് ഹൗ ടു കിൽ ഫാദർ ആൻഡ് മദർ സൈലന്റ്ലി. ആരും അറിയാതെ വാപ്പാനും ഉമ്മാനെ എങ്ങനെ കൊല്ലാം. ഇതൊരു കെട്ടുകഥയല്ല, നിങ്ങൾ ചിരിക്കണ്ട. ഏതെങ്കിലും ബോളിവുഡിന്റെയോ ഹോളിവുഡിന്റെ സിനിമയിൽ ആരും അറിയാതെ കൊലയ്ക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തന്ത്രമുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിലിടുന്ന് നൊന്തു പ്രസവിച്ച ഉമ്മയും വാപ്പയും ആരും അറിയാതെ കൊല്ലാനുള്ള വഴി സെർച്ച് ചെയ്യുന്ന മക്കളുടെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എങ്ങനെ ജീവിക്കും? നമ്മുടെ ഈ ലോകം അങ്ങോട്ടാണ് പോകണത്. ഈ നെറ്റുകളൊക്കെ നമ്മൾ മക്കൾക്ക്, പണ്ട് കാലത്ത് നമുക്ക് നെറ്റ് പോയിട്ട്
നമ്മളൊന്ന് പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മ എന്ന് വളർത്തിയതെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ആ കാലഘട്ടത്തിൽ ഫോണൊന്നോ ഇല്ല. ഒരു രൂപ ചോദിച്ചാൽ കിട്ടാത്തത്, ഒന്ന് സൈക്കിൾ ചവിട്ടാനുള്ള മോഹം വന്നിട്ട് 50 പൈസ തന്നാൽ ഒരു അര സൈക്കിൾ മേടിച്ചിട്ട് പൊന്നപ്പച്ചേട്ടന്റെ സൈക്കിൾ ചവിട്ടാൻ നോത്ത് കിടന്നിട്ട് അതിന് പോലും കിട്ടാത്ത തരാതിരുന്നൊരു മാതാപിതാക്കളെ കാർക്കശ്യത്തിന്റെ കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലാണ് മക്കൾ നല്ലവരായി വളർന്നത്. ആ കാർക്കശ്യം അന്ന് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആ കാർക്കശ്യത്തിന്റെ അച്ചടക്കത്തിന്റെ ആ ഒരു ധീരത്തെ നമ്മുടെ ഉമ്മാനെയും ബാപ്പടെ തിരിച്ചറിയുന്നുണ്ട്. ആ മക്കളാണ് ഇന്നവർക്ക് നല്ല മക്കളായി വന്നത്. ഇന്ന് മാതാപിതാക്കളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും മക്കൾക്കില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്നലകളിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ മക്കളെ ഈ പാരമ്പര്യത്തിലൂടെ നടത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വേറെ ഒരു നാടും പോലെയല്ല നമ്മുടെ നാട്. കാഞ്ഞാറ് കൊടയത്തൂരിനെ സംബന്ധിച്ചോളം ഇതൊരു ഇൽമി പാരമ്പര്യമുള്ളതാണ്, ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. അവിടേക്ക് നമ്മൾ നടക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇനി ബാക്കി 6 പറയാൻ കിടക്കാൻ. രണ്ടാമത്തെ ഒന്നുകൂടി പറയാം. ദിക്ർ എല്ലാരും പറയൂലേ? ഉറക്കെ പറ. അങ്ങനെ പറയാൻ തീരുമാനിച്ചാലൊക്കെ ഒന്ന് കൈവക്കി താഴ്ത്തിയിടും. ഇനി രണ്ടാമത്തെ ഒന്ന് പറയാം, അതും കൂടെ ചെയ്യുമോ? എന്നിട്ട് ഞാൻ ലാസ്റ്റ് കൈ പൊക്കിക്കാം. ഇത് നടക്കാൻ വലിയ പാടാണ്. ഇത് നടക്കാൻ വലിയ പാടാണ്. ഇനി അടുത്ത നരകത്തെ കുറിച്ചും അതിനേക്കാളും വലുതാണ് അള്ളാഹു പറയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, നാളെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള നന്മ ഏത് നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, നാളെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള നന്മ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൽസ്വഭാവം, കള്ളം പറയില്ല, ചീത്ത പറയില്ല, ഏഷണി പറയില്ല, പാരവെക്കില്ല, കുശുമ്പ് പറയില്ല, അപരാധം പറയില്ല, ഒരാളോടും ആവശ്യമില്ലാത്തത് പറയാതെ ചെയ്യാറ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനെ കൈപൊക്കിച്ച് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകും ചിലപ്പോൾ. ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവം, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ നരകം ഇപ്പൊ ഹാവിയ പറഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനകത്ത് പോകുന്നവരെ പറഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയ ഒറ്റമൂലിയും പറഞ്ഞു. ഇനി രണ്ടാമത്തേത്, വഅലുകൾ ഇങ്ങനെയാകുമ്പോ നമുക്ക് കുറച്ചൊക്കെ ജീവിതത്തിൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പ്രയോജനം ഉണ്ടാവും. രണ്ടാമത്തെ നരകം ജഹന്നമാണ്. ജഹന്നമിന്റെ പ്രത്യേകത ഏതാ? പെണ്ണുങ്ങള് നരകത്തിൽ പോണ ഒരു സംഭവമൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുക, ജഹന്നം എന്ന നരകത്തിന്റെ പ്രത്യേകത ഏതാ? രണ്ടാമത്തെ ഭാഗം ജഹന്നമാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിന്റെ തീയിൽ ഏറ്റവും കൂടുതൽ തീയുള്ളത്, ഏറ്റവും ശക്തമായ ചൂടുള്ളത് ജഹന്നമെന്ന നരകത്തിലാ. അല്ലാഹു പറയാ, നരകത്തിന്റെ തീകൾക്ക് ഏറ്റവും വ്യത്യാസമുണ്ട്. അതിലേറ്റവും ചൂടുള്ള തീ, ഏറ്റവും അത്യുഗ്രമായ തീ, ജഹന്നമ അശദ്ദു ഹറാ, ഏറ്റവും ഉഗ്രമായ തീ ജഹന്നമിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, എന്താ ജഹന്നമിൽ അല്ലാഹു കൊണ്ടുപോകുന്നതാരെയാ? ആരാ ജഹന്നമിന്റെ അവകാശികളാണെന്നറിയോ? ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീആ. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന, കപട വിശ്വാസികളെയും സത്യനിഷേധികളെയും നാളെ ഒരുമിച്ച് അല്ലാഹു പ്രവേശിപ്പിക്കുന്ന നരകത്തിന്റെ ഏറ്റവും ചൂടുള്ള ഭാഗമാണ് ജഹന്നമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഞാൻ വിഷയത്തിന്റെ പരിവലിപ്പം കൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കുകയാണ്. മൂന്നാമത്തെ നരകത്തിന്റെ തട്ടേതെന്നറിയോ? ആ മൂന്നാമത്തെ നരകത്തിന്റെ തട്ട് അള്ളാഹു പറയാ. മൂന്നാമത്തെ തട്ടേടെന്നറിയോ? അത് മറ്റൊന്നുമല്ല, മൂന്നാമത്തേത് ജഹീമാണ്. അള്ളാഹു പറയുന്നു മൂന്നാമത്തെ ഭാഗം ജഹീം എന്ന നരകത്തിന്റെ ഭാഗമാ. ആ ജഹീമിന് പോകുന്നതാരെന്നറിയോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ജഹന്നമിന് പോകുന്നവരെ പറഞ്ഞു. മുനാഫിക്കീങ്ങളും കാഫിറുകളും വിശദീകരിക്കാൻ സമയമില്ല. ഇനി ജഹീമിന് പോകുന്നാരാ? ഏറ്റവും കൂടുതൽ പോണ നമ്മളെ ആവും. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ നേരെ തിരിഞ്ഞിരിക്കുന്നത് ഖബറിലേക്ക് അല്ലേ? പള്ളിക്കാട്ടിലേക്കല്ലേ? അല്ലേ? ഇവിടേക്ക് വരെ പള്ളിക്കാട്ടിലേക്കാണല്ലോ. നമ്മൾ ഉറക്കണ കള്ളുകുടിക്കാൻ മാത്രമേ നരകത്തിൽ പോകും. പലിശ മേടിക്കണോ മാത്രമേ നരകത്തിൽ പോകും. ലോട്ടറി അടിക്കണോ മാത്രമേ പോകൂ. ചീട്ട് കളിക്കണോ മാത്രമേ പോകൂ. ഒരു 4 മണി 5 മണിയൊക്കെ ആയി കണ്ടാ ചില ഈ നമ്മുടെയൊക്കെ കണ്ടത്തിന്റെ സൈഡില്, ഈ പ്ലാവിന്റെ ഒക്കെ സൈഡിലൊക്കെ ഒരു 10-15 പേര് ഇങ്ങനെ ആമീൻ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. നമ്മളോർക്കും കൂട്ടതുവാ നടക്കാൻ ചീട്ടുകളിയാണ്. എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കൂട്ടതു നടത്തുമ്പോൾ ഇങ്ങനെ ആമീൻ പിടിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും അവൻ നരകത്തിലാണ്. പലിശ മേടിച്ച മാത്രമേ നരകത്തിയുള്ളൂ. അല്ല, ആ ധാരണ തെറ്റാണ്. അള്ളാഹു പറയുന്നു ഖുർആൻ, ജഹീം എന്ന നരകത്തിന്റെ തട്ട്, ഓരോ തട്ടിൽ ഓരോ ആളുകളാണ്. അങ്ങനെ ഓരോ 4ാമത്തെ തട്ട് ജഹീമാണ്. അതിനകത്ത് അള്ളാഹു ഇടുന്ന ഇത് ഖുർആനാണ്. നിങ്ങൾ നേരെ നോക്കിയിരിക്കുന്ന ഈ പള്ളിക്കാട്ടിലേക്കാണ്. നോക്കിക്കോളി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നിങ്ങൾ എല്ലാവരും നാളെ ജഹീം എന്ന് പറയുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യുമത്രേ. ഏതാ ജഹീം എന്ന നരകത്തിൽ പോകുന്നതാരാ? വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അല്ലാഹു നാളെ ജഹീം എന്ന നരകത്തിൽ പോകുന്ന അവസ്ഥയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുന്നതാരെയാ? വല്ലദീന കഫറൂ, അവിശ്വസിച്ച ആളുകൾ. എന്നാണ് അവർ അവിശ്വസിച്ചതെന്നറിയോ? വകസ്സബൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ അവര് അവഗണിച്ച് കളഞ്ഞവരാ. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ അവര് അവഗണിച്ച് കളഞ്ഞവരാ. അവർക്ക് നന്നാവാനുള്ള പല ദൃഷ്ടാന്തങ്ങളെ ഞാൻ അവരുടെ മുമ്പിൽ കൊടുത്തപ്പോ അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് കരുതിയിട്ടവരതിനെ പാടെ അവഗണിച്ചവരാ. ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. ആകാശമല്ലാണ്ട് ദൃഷ്ടാന്തമാണ്, ഭൂമി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ പള്ളിക്കാടല്ലയോ? എത്ര പേരെ നീ ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചിട്ടടാ? എത്ര പേരുടെ ജനാസ നീ ഇവിടേക്ക് ചുമന്നു കൊണ്ടുവന്നടാ? എത്രയോ പേർക്ക് നീ കബറ് കുടിച്ചടാ? ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫൈകിന ബിഅന്നക ബഅദഹാ മഹ്മൂലു. ഓരോ പ്രാവശ്യം കബറടക്കുമ്പോൾ നീ ചിന്തിക്കണ്ടേ, നിന്നെ പോലെ അരോഗതിടകാത്തടായിരുന്നവർ, നിന്റെ കൂടെ പണിയെടുത്തിരുന്നവർ, നിന്റെ സമപ്രായക്കാർ ഒരു നിമിഷമെന്ന് ബാലൻസ് തെറ്റിയപ്പോ ചിതറിത്തെറിച്ച എത്ര മൃതദേഹങ്ങളാ ഈ പള്ളിക്കാട്ടിൽ നീ കബറടക്കി കളഞ്ഞത്. ഓരോ മരണവും അല്ലാഹു നമുക്ക് നൽകുന്ന ദിട്ടാന്തങ്ങളാണ്. ആ ദിട്ടാന്തങ്ങളെ പാടെ അവഗണിച്ചിട്ട് തമ്മാടിത്തരത്തിലൂടെ നടക്കുന്നവർ അല്ലാഹു പറയാ നാളെ അവരെ ജഹീം എന്ന കത്തിക്കാളുന്ന നരകത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിട്ടാന്തങ്ങളെ അവഗണിക്കരുത്. പടച്ചറപ്പിന്റെ നന്മകളെ അറിയണേ, അല്ലാഹുവിലേക്ക് അടുത്തു പോകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട നരകത്തിന്റെ 5ാമത്തെ ഭാഗത്തെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ഇവിടെയാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തോട് സംവദിക്കുന്നത്. ഇവിടെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അല്ലാഹു പറയാ
നരകത്തിന്റെ അഞ്ചാമത്തെ ഭാഗം സൈർ എന്നാണ് അതിന് പേര് പറയുക. സൈർ എന്ന നരകത്തിലാണ് പോകുന്നത്. അഞ്ചാമത്തെ ഭാഗം സൈറാണ്. എന്താ സൈർ എന്നറിയോ? ആരാ സൈർ എന്ന നരകത്തിൽ പോകുന്നത്? ഇതാണ് നമ്മുടെ ഈ നരകവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ആനുകാലികമായ ഏറ്റവും വലിയ ഭാഗം. സൈർ എന്ന നരകത്തിലേക്ക് പോകും. ആരാ പോകുന്നത്? ഖുർആൻ ഒരു ആയത്ത് പറയുന്നുണ്ട്. ആ സൂറത്ത് എപ്പോഴും ഓതാൻ അള്ളാഹു നമ്മളോട് പറയുന്നുമുണ്ട്. അതാണ് നാളെ സൈർ എന്ന നരകത്തിൽ പോകുമ്പോ ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ നിലവിളിക്കുന്ന ഒരു വിഷയമുണ്ട്, സമയമുണ്ട്. ആളുകൾ നിലവിളിക്കും, യദുഊന വൈലം വയദുഊന സുബൂറ ലാ തദ്ഉൽ യൗമ വാഹിദൻ വദഉ സുബൂറൻ കസീറ. നിലവിളിക്കുന്ന നരകത്തിൽ കിടന്ന് ആ സമയത്ത് വഅദ് കേട്ട ഓരോ ആളുകളും നന്നായിട്ട് മനസ്സിലാക്കിക്കോളീൻ. ആ നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ആളുകൾ എങ്ങനെയാ പറയുന്നത്? പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ. നാളെ സൈർ എന്ന നരകത്തിന്റെ തീനാളത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോ നരകവാസികൾ വിളിച്ചു പറയും അത്രേ, അല്ലാഹുവേ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആ നരകവാസികൾ പറയും അത്രേ, അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ ഇതെല്ലാം കേട്ടിരുന്നെങ്കിൽ ഔ നഅഖലു, ഈ കേട്ടതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നല്ലോ തമ്പുരാനെ. സൈർ എന്ന നരകത്തിൽ കിടക്കുന്നവര് പറയും ലൗ കുന്നാ നസ്മഉ ഔ നഅഖലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞത് കേട്ടതുമൊക്കെ മനസ്സിലാക്കി ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ രക്ഷപ്പെടുമായിരുന്നു. അല്ലാഹുവേ നമ്മൾ കേൾക്കുന്നതുണ്ട്, കാണുന്നതുണ്ട് സഹോദരങ്ങളെ. ഈ ഖബർ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നരകത്തിന്റെ 6ാമത്തെ ഭാഗം സഈർ എന്ന ഭാഗമാണ്. ആ സഈർ എന്ന ഭാഗത്തിൽ പോകുന്നതാരാ? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആ സഈർ എന്ന നരകത്തിൽ പോകുന്നവർ അവരാ നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു ഭാഗം. അല്ലാഹുവേ എത്രയോ പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടവരാ, എത്രയോ ഞങ്ങൾ കേട്ടവരാ, എത്രയോ ആളുകൾ ഞങ്ങൾക്ക് സതുപദേശം തന്നവരാ. അപ്പോഴൊക്കെ ഞങ്ങളത് മനസ്സിലാക്കിയില്ലല്ലോ. അല്ലാ പടച്ചവനെ, സതുപദേശം കേട്ടിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ ഭയാനകരമായ സൈറിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓരോ വഴക്ക് പറയുമ്പോഴും വെള്ളിയാഴ്ച ഖത്തീബുമാർ ഉപദേശിക്കുമ്പോഴും അത് അവര് നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളവരല്ല. നാളെ പരലോകത്ത് നരകത്തിൽ കിടന്ന് നിലവിളിക്കാതിരിക്കാൻ, നാളെ സംഭവിച്ചു പോയ അപരാധെ കുറിച്ച് കേൾക്കു പോകാതിരിക്കാൻ ഇവിടെ വെച്ചേ മാറണേ സഹോദരിമാരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നാം ഈ കേൾക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ അവസ്ഥകൾ തന്നെ മാറണം. നമുക്ക് മരിക്കേണ്ടവരല്ലേ. നാളെ ഈ ദുനിയാവിലെ തെറ്റുകളുമായി നടന്നു പോകരുത്. പലിശക്കാരനാണോ? നസ്മഉ ഔ നഅഖലു, കേട്ടിട്ട് മനസ്സിലാക്കി തിരിച്ചു വരണം. മദ്യപാനിയാണോ? കേട്ട് തിരിച്ചു വരണം. അതേപോലെ ഏതൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവത്തിനൊരു മാറ്റമുണ്ടായി മനസ്സിലാക്കി തിരിച്ചു വരിക. മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായാൽ അതിന് തന്നെ അവസാനം വരെ നിലനിന്നാ മതിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആർക്കെങ്കിലും ഒരു സ്വഭാവം അതിന്റെ ദൗർബല്യമാണെങ്കിൽ അതേ സ്വഭാവത്തിനാണ് അവൻ മരിക്കുന്നത് വരെ മരിച്ചു പോവുക. പലരോടും മദ്യപിച്ചിട്ട് അവര് മദ്യപാനം കൊണ്ട് തലകറങ്ങി വീണ് മരിക്കാറില്ലേ? അവര് മദ്യപിച്ചവരായി മരിക്കാറില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരാൾക്കൊരു മോശമായ സ്വഭാവമുണ്ടെങ്കിൽ
അവന്റെ അവസാനത്തിലും അവൻ മരിക്കുന്ന സമയത്ത് ആ സ്വഭാവത്തിലാ മരിക്കുക. ഗൾഫിൽ നടന്നൊരു കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? പാതിരാത്രിയില് ഗൾഫിൽ പോയ ഒരാള്, അയാള് പാതിരാത്രിയിൽ ഒരു പെണ്ണുമായി ബന്ധമുണ്ടായിട്ട് പാതിരാത്രിയിൽ ഒരു ചെറിയ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് കാറ് കയറ്റിയിട്ട് പാതിരാത്രിയിൽ അവര് ശാരീരിക ബന്ധം നടത്തുകയോ. പാതിരാ സമയത്ത് അടച്ചിട്ട കാറിന്റെ ഉള്ളിൽ അവരവരെ ആഗ്രഹത്തിലോട്ട് കിടന്നു പോയപ്പോ അവസാന കാറിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ കുടിസായ റൂമിൽ അവര് ശ്വാസം മുട്ടി അവസാനം രാവിലെ ആളുകൾ നോക്കുമ്പോ കാണുന്നത് വിവസ്ത്രരായി കിടക്കുന്ന കമിതാക്കളെയാ. ആ ഒരു സ്വഭാവത്തിന് തന്നെ അവൻ മരിച്ചു പോകുമ്പോ സഹോദരങ്ങളെ, മദ്യപാന ശീലമുള്ളവർ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ മദ്യപാന ശീലം പിടിച്ചുലക്കുമ്പോ ആരാധനപ്പെടുത്താത്തവരാരാ? മാറണേ സഹോദരാ. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സ്വരീ. ആ സമയത്തൊരു പരിവർത്തനം വന്നിരുന്നുവെങ്കിൽ, ആ സമയത്തൊരു മാറ്റം വന്നിരുന്നുവെങ്കിൽ, ആ സമയത്തൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയുമല്ലോ ബോധം വന്നാലല്ലേ നന്നായിട്ട് മരിക്കാൻ കഴിയൂ. മഹാനായ ഹസനബിനു അയ്യാർ റളിയല്ലാഹു തആല മരണാസന്നനായി കിടക്കുമ്പോ ആ മരണാസന്നനാകുന്ന നേരത്ത് അദ്ദേഹം ഒരു ആയത്തോടുകയാ, ഉമൈതു ഇല്ലാഹ വർ റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആരെങ്കിലും അല്ലാഹുവിനെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിച്ചാൽ നാളെ പരലോകത്തവൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെയാ. മരണാസന്നനായി കിടന്ന ഈ ആയത്തോടുമ്പോ ഈ ആയത്ത് കേട്ടിട്ട് ജേട്ടൻ വന്നിട്ട് അനിയൻ വന്ന് ജേട്ടനോട് ചോദിച്ചു, പത്രേ പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോ ഈ ആയത്തോടിയത് പ്രതിഫലം കിട്ടാൻ ഖുർആൻ ഓതിയതാണോ, അതല്ല വേറെന്തെങ്കിലും ആഗ്രഹത്തിൽ ഓതിയതാണോ, അതല്ല മരിക്കുന്ന നേരത്ത് ഖുർആൻ ഓതി മരിക്കാൻ പ്രതിഫലത്തിനോദിയതാണോ, അതല്ല നിങ്ങൾ വേറെന്തെങ്കിലും ഓതിയതാണോ? ആ സമയത്ത് ഹസൻ ഇബ്നു ഹിയാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി കോരിത്തരിപ്പിക്കുന്ന മറുപടിയാ. മരിക്കണ്ട ചെറുപ്പക്കാരാ, മരിക്കണ്ട പെങ്ങള്, ഈ പള്ളിക്കാട്ടിൽ മലന്ന് കിടക്കേണ്ടതല്ലേ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഈ ആയത്തോടിയത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവര് അല്ലാഹുവിന്റെ നബിമാരുടെ കൂടെയാ എന്ന ആയത്ത് ഞാൻ ഓടിയപ്പോ ആ സമയത്ത് ഞാൻ എന്റെ കൺമുമ്പ് അദറത്തു നബിയിൽ മുസ്തഫ, ആ സമയത്ത് ഞാൻ എന്റെ കൺമുന്നിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. അല്ലാഹുവിന്റെ നബി തങ്ങൾ എന്നെ നോക്കിയിട്ട് ചിരിക്കുകയാ. പൊന്നുമോനെ പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളുന്ന മരിക്കുന്ന സമയത്ത് അസ്റായീൽ വരുമ്പോ ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന കാഴ്ച കാണുകയാ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് മാടി വിളിക്കാ. മരിക്കുന്ന സമയത്ത് മുത്തു മുസ്തഫാന്റെ പുഞ്ചിരി കാണാൻ എന്നെ നബി തങ്ങൾ മാടി വിളിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക്. അപ്പോഴാണ് ഞാൻ ഈ ആയത്തോടിയത്. കഴിഞ്ഞു പോയ മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ വീരപുരുഷ കഥകൾ പറഞ്ഞു രോമാഞ്ചം കൊണ്ടാൽ പോരാ, അതേപോലെ ആയി തീരാൻ നാളെ സൈറന്ന നരകത്തിൽ കിടന്ന അല്ലാഹുവേ, ഞാൻ അന്നൊന്ന് മാറിയിരുന്നെങ്കിൽ, എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊന്ന് ജീവിതത്തിൽ മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഉമറാരാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരത്തിന്റെ ചാരത്തേക്ക് സഹാബത്ത് മുഴുവനും പൊട്ടിക്കരഞ്ഞു വന്നപ്പോ അതാ കരഞ്ഞു കരങ്ങിയ കണ്ണുമായിട്ടൊരു മനുഷ്യൻ വന്നില്ലയോ? ഓടിപ്പിടിച്ച വാളുമായി വന്ന ആ മനുഷ്യനോട് തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയെന്ന് കേട്ടപ്പോ അരയിൽ കിടന്ന വാളൂരിയിട്ടെന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമടാ. ആരാണത് സഹോദരങ്ങള്? ഇതേ വാളുകൊണ്ടാണ് കുതിരപ്പുറത്ത് ഈ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയത്. അതേ മനുഷ്യൻ തന്നെ അതേ വാള് ചുരുട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമടാ എന്ന് പറയവേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമറേ, എന്താണ് അബൂബക്കർ? തൂഫിയ റസൂലുള്ളാഹ്,
അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടു പോയി ഉമറേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അല്ലാഹു വിളിച്ചു കൊണ്ടുപോയി ഉമറേ. ഇനി നബി തങ്ങളുടെ മുഖം കാണാൻ കഴിയില്ല ഉമറേ. ഇനി മദീനയിൽ മുത്തിന്റെ സ്വരമില്ല ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ബോധം വരാത്തതുപോലെ അബൂബക്കറേ പറയല്ല അബൂബക്കറേ, എന്റെ ഹബീബായ നബി തങ്ങൾ വിട പറഞ്ഞിട്ടില്ല. മൂസാ നബി അല്ലാഹുവിനെ കാണാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ എന്റെ റസൂലുള്ള തിരിച്ചു വരും അബൂബക്കറേ. പ്രവാചക പ്രേമം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മുഹിബായി ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ ആരാ ചെറുപ്പക്കാരാ, മരണം വിശ്വസിക്കാൻ കഴിയാതെ തേങ്ങുന്ന ഈ മനുഷ്യനെ കൊലക്കത്തിക്കിരയാക്കാൻ പടവാളും കൊണ്ടുപോയവര് അവസാനം ഉമറിന്റെ ശരീരത്തിലേക്ക് കൈവച്ചിട്ട് ഓ അമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലതു മിൻ ഖബ്ലിഹി الرسل അഫഇമ്മാ തൗ ഖുതിലൻ ഖലബതും അലാ അൽഖാബികും എന്നായത്തോടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ് ആ മുഹമ്മദ് മരണപ്പെട്ടാൽ നിങ്ങൾ പിന്തിരികയോ എന്നായത്തോടിയപ്പോ ഹാഫിളീങ്ങളായ സഹാബത്ത് പോലും പറഞ്ഞല്ലോ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നതപ്പടാ ഹബീബായ നബി തങ്ങളുടെ മരണം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നുവോ. അല്ലാഹുവിന്റെ റസൂലിനെ ഖബറടക്കിയിട്ട് നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല, മദീനയിലെ ചന്തയിലൂടെ ഉമർ നടന്നു പോവുകയാണ് മരണത്തിന് തൊട്ടു മുമ്പുള്ള നാളുകള്. അവിടെയാണ് അബൂ ലുഅലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആസുകൾ ഉണ്ടാക്കുന്ന ഒരു ജൂതനുണ്ടായിരുന്നു. ജൂത സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇസ്ലാമിക സാമ്രാജ്യത്തെ നിലനിർത്തിയതിന്റെ പേര് ഉമറിനോട് വൈരാഗ്യം മജൂസികൾക്കുണ്ട്. അബൂ ലുഅലുഅ എന്ന ആസുകൾ ഉണ്ടാക്കുന്ന മജൂസി ഒരു അരകല്ലിന്റെ ഒരു ഒരകല്ലിന്റെ മുകളിൽ വേറൊരു ഒരകല്ല്, അതിന്റെ ഇടയിൽ ഗോതമ്പിട്ടിട്ട് പൊടിക്കുന്ന അറബികളുടെ സ്വഭാവത്തിന് ആസുകൾ ഉണ്ടാക്കുന്ന ആളാണ് അബൂ ലുഅലുഅ. ഉഖാല ചന്തയിലൂടെ നടന്നു പോകുമ്പോ അബൂ ലുഅലുഅയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി വിളിച്ചു, യാ അബൂ ലുഅലുഅ, അബൂ ലുഅലുഅ, നീ ആകാശത്തിലൂടെ പറക്കുന്ന ഒരു ആസുകൾ ഉണ്ടാക്കുമെന്ന് നീ വീരവാദം പറയുന്നതായി ആളുകൾ പറയുന്നല്ലോ. അബൂ ലുഅലുഅ, ആകാശത്തിലൂടെ പറക്കുന്ന ഒരു ആസുകൾ നീ ഉണ്ടാക്കുമോ? അബൂ ലുഅലുഅ പറഞ്ഞ മറുപടി, അതേ ഉമറേ, ഞാനൊരു ആസുകല്ല് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ആ ആസുകല്ലിനെ കുറിച്ച് പടിഞ്ഞാറ് കിഴക്കുമുള്ള ആളുകൾ ആ ഒരാസുകല്ലിനെ കുറിച്ച് ചർച്ച ചെയ്യും ഉമറേ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ എന്നെ വെല്ലുവിളിക്കുകയാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഉമറിന് വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ്. കൊതിക്കണം ചെറുപ്പക്കാരാ, മനസ്സിലാക്കണം മനുഷ്യരെ. ആ ഉമറിന്റെ വധഭീഷണി നിലനിൽക്കേ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു തആല മരിക്കുന്നതിന്റെ തലേ ദിവസം മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ ഉമറ് 3 പ്രാവശ്യം ഒരു കോഴി വന്ന് 3 പ്രാവശ്യം എന്റെ ശരീരത്തിൽ, എന്റെ തലയിലും എന്റെ കഴുത്തിലും എന്റെ പൊക്കിളിലും കൊത്തുന്നതായി ഞാൻ കണ്ടു. അബൂ അബ്ദുറഹ്മാൻ മരണത്തെ അതിനു മുമ്പേ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പോകുമ്പോ സുബഹി നിസ്കാരത്തിന് പള്ളിയിലോട്ട് കയറി അബൂ ലുഅലുഅത്തുൽ മജൂസി കാത്തുവെച്ച കരുതി വെച്ച കെട്ടിച്ചാത്തി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി വീഴ്ത്തിയല്ലോ. ഒരു കുത്തുകൊണ്ടൊരു കഴുത്തില്, രണ്ടാമത്തെ കുത്തു പൊക്കിളില്, മൂന്നാമത്തെ കുത്ത് അടിവയറില്, 3 കുത്തുകളിട്ട് തലേ ദിവസം രാത്രി എന്റെ കോടി 3 പ്രാവശ്യം എന്നെ കുത്തുന്നത് കണ്ട് അബ്ദുറഹ്മാൻ 3 പ്രാവശ്യം കുത്തി. ഒന്ന് കഴുത്തില്, ഒന്ന് ഇടന്, ഒന്ന് പൊക്കിളില്, ഒന്ന് അടിവയറില് കുത്തേറ്റിട്ട് ഉമർ റളിയല്ലാഹു അൻഹു താഴോട്ട് വീണു. നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിലാണ്. നിസ്കാരം പൂർത്തീകരിക്കണമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമായി കയറി നിന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പടഞ്ഞു കിടക്കുകയാ. നിസ്കാര സലാം വീട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. താരിയെടുത്തിട്ട് മടിയിലോട്ട് കിടത്തുമ്പോ 3 മുറിപ്പാടുകളിലൂടെ കുടൽമാലയും രക്തവും തടം തല്ലിയാ തൊടുകവേ ബോധം വീണ ഉടനെ ചോദ്യമേടെന്നറിയോ, അസ്വല്ലി ബിന്നാ, ജനങ്ങളുടെ നിസ്കാരം കഴിഞ്ഞോ? ആരോ പറഞ്ഞു, ഉമറേ, നിസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്.
എന്റെ റബ്ബിനോട് എനിക്ക് സമാധാനം പറയണ്ടല്ലോ, എന്റെ റബ്ബിനോട് എനിക്ക് സമാധാനം പറയണ്ടല്ലോ, എന്റെ റബ്ബിനോട് എനിക്ക് സമാധാനം പറയണ്ടല്ലോ. ശരീരത്തിന് 3 ഭാഗത്ത് കുത്തുകളേറ്റ് കുടൽമാല വെളിയിലോട്ട് ചാടി. ആ സമയത്ത് റബ്ബിനോട് പറയുന്ന സമാധാനത്തെ കുറിച്ച് വേവലാറിയോത്ത ഷഹീദുൽ മിഹ്റാബ്, ഷഹീദുൽ മിഹ്റാബ്, ഷഹീദുൽ മിഹ്റാബ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരിവർത്തനം ആത്മാവിൽ നിന്നുണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ സഹോദര കള്ളു കൊടുക്കാം, കഞ്ചാവ് വലിക്കാം, നമസ്കാരം ഉപേക്ഷിക്കാം. പക്ഷേ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹുവേ, ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ സഈർ എന്ന നരകത്തിൽ പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. എന്റെ മുമ്പിൽ 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്. ആദ്യം എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുന്നു, ശിഷ്ടകാലമെങ്കിലും മാറി നടക്കണേ. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. വഫാത്തായതോ 35-ാമത്തെ വയസ്സിൽ. 5 വർഷം കൊണ്ട് 5 നൂറ്റാണ്ടിന്റെ കർമ്മം ചെയ്തിട്ടാണ് മഹാനവറുകൾ കടന്നുപോയത്. ആരാണ് സയ്യിദ് ഇബ്നു മുആദ്? ആരാണ് സയ്യിദ് ഇബ്നു മുആദ്? 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഖുർആൻ പഠിപ്പിക്കുമ്പോ മിസ്അബ് ഇബ്നു ഉമൈറിനെ കൊല്ലാൻ കടാറിയും ഇടുപ്പിൽ വെച്ച് നടന്ന ആളാണ് സയ്യിദ് ഇബ്നു മുആദ്. ഖുർആൻ ഓതുന്നവനെ കൊല്ലാൻ ഇവൻ ഖുർആൻ പഠിപ്പിക്കുന്നുവോ? ആരാണ് മിസ്അബ് ഇബ്നു ഉമൈർ? മദീനയിലെ മുക്രിയായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ. അദ്ദേഹം ഖുർആൻ ഓതുമ്പോ വൈരാഗ്യം കാരണം കൊല്ലാൻ വേണ്ടി പിച്ചാത്തി അരയിൽ വെച്ച ആളാണ് സയ്യിദ് ഇബ്നു മുആദ്. പക്ഷേ ഖുർആൻ ഒരിക്കൽ അറിയാതെ കേട്ടപ്പോ സയ്യിദ് ഇബ്നു മുആദ് മുസ്ലിമായി. സയ്യിദ് ഇബ്നു മുആദ് മുസ്ലിമായി. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിലായി. ബദർ യുദ്ധത്തിന് വേണ്ടി വിളിച്ചു കൂട്ടിയപ്പോ നബിയെ, അങ്ങ് തിരമാലകളുടെ മുകളിലേക്ക് കുതിരയെ കൊണ്ട് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ചാടും നബിയെ. അങ്ങയുടെ പുറകിൽ സയ്യിദ് ഇബ്നു മുആദ് ഉണ്ട്. സയ്യിദ് ഇബ്നു മുആദ് 35 വയസ്സായി. വെറും 5 വർഷം മുസ്ലിമായിട്ട് മരിച്ചപ്പോ സയ്യിദ് ഇബ്നു മുആദ് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് വിറച്ചു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വർഷം കൊണ്ട് 30 വയസ്സ് വരെ തെമ്മാടി. 5 വർഷം കൊണ്ട് മരിക്കുന്ന നേരത്ത് അർശിനെ വിറപ്പിക്കുന്ന കർമ്മപദത്തിന്റെ ഉടമയായി മഹാനായ സയ്യിദ് ഇബ്നു മുആദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയും മാറുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നിരുന്നെങ്കിൽ എന്നവര് സഈറിൽ കിടന്ന് നിലവിളിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ 6-ാമത്തെ തട്ടിൽ പോകുന്നത് നന്മ കേട്ടിട്ട് പരിവർത്തനമുന്നാത്തവരാണ്. 7-ാമത്തെ നരകം ഞാൻ അവസാനിപ്പിക്കുന്നു. 7-ാമത്തേത് ലളായാണ്. കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൻ ലിശവാ തദൂ മൻ അദ്ബറ വതവല്ലാ. തീനാളങ്ങൾ ശരീരത്തിലേക്ക് പടരുമ്പോ പേടിച്ചു വിറച്ചു ഓടുന്ന നരകമാണ് ലളാ എന്ന നരകം. അല്ലാഹു 7 നരകത്തിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകം നിസ്സാരമല്ല. നരകം ജീവിതത്തിന്റെ ഉണർത്തുപാട്ടാണ്. നരകം പരിവർത്തനത്തിന്റെ ഹേതുവാണ്. നരകത്തിലെ ശിക്ഷകളോ 4 രീതിയാണ്. ഞാൻ വളരെ ചുരുക്കി പറയാണ്. ഖുർആൻ പറയുന്നു, ഒന്ന് നരകം നിസ്സാരമാണെന്ന് കരുതിയോ, ഫമാ അസ്ബറഹും അലന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങളെ ക്ഷമിപ്പിക്കുന്നതെന്താണ്? ആ നരകത്തിന്റെ ശിക്ഷകൾ തന്നെ 4 രീതിയിലാണ്. 1 നെളിച്ച് തൊലി ഉരിച്ചെടുക്കുക. 1 അതിനകത്ത് കൊണ്ടുപോയിട്ട് നെളിച്ച് എന്നാണ് ഖുർആൻ പറഞ്ഞത്. തൊലി ഉരിച്ചെടുക്കുക. ആടിനെ കാലിൽ കെട്ടി തൂക്കിയിട്ട് കശാപ്പുശാല കണ്ടിട്ടില്ലേ? മാംസത്തിനകത്ത് വെച്ചിട്ട് തൊലി ഉരിക്കുക. നെളിച്ച് ഇല്ലമാ നെളിച്ചിട്ട് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂകുൽ അദാബ്. അവനവന്റെ തൊലി ഇങ്ങോട്ട് ഉരിച്ചെടുക്കുക. 2 സഹർ.
സഹർ എന്ന് പറഞ്ഞാൽ ഉരുക്കിയെടുക്കുക, കരിക്കലല്ല, ഉരുക്കുക. സ്വഹർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒന്ന്, അവനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചൂരുക തൊലി. രണ്ട്, സഹർ എന്ന് പറഞ്ഞാൽ കത്തിക്കലല്ല, ഉരുക്കുക. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മകാമിഉ മിൻ ഹദീദ്. ആ നരകത്തിന്റെ തീയിലോട്ട് വെച്ചിട്ട് തട്ടാണ് സ്വർണ്ണം ഉരുക്കുന്നത് പോലെ ആ തീനാളത്തിൽ വെച്ചിട്ട് ഉരുക്കുക. ഉരുക്കുമ്പോൾ അവന്റെ ആന്തരിക അവയവങ്ങൾ ഉരുകി ഉരച്ചിട്ട് കൽമുഹിലി യഗിലി ഫിൽ ബുതൂൻ, അവന്റെ പിട്ടഭാഗങ്ങളിലൂടെ ടാറ് പോലെ ഒലിച്ചിറങ്ങി പോവുക. സഹിക്കാൻ കഴിയോ പെങ്ങളെ? ഞാൻ ചുരുക്കുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് മൂന്നാമത്തേതെന്നറിയോ? മൂന്നാമത്തേത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. മൂന്നാമത്തേത് തലയിലൂടെ ഒടിച്ചിട്ട് പൊള്ളിക്കുക, സ്വബ് എന്നാണ് അതിന് പറയാ. തീക്കാളങ്ങൾ കോരിയിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് പൊള്ളിക്കുക. കരിക്കുന്നത് വേറെ, പൊള്ളിക്കുന്നത് വേറെ. തിളച്ചു മറിയുന്ന ചീഞ്ചനം തലയിലൂടെ കോരിയൊടിച്ച് അവന്റെ കുമിളുകൾ പൊള്ളി പൊള്ളി വീർത്തു വരിക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ ശിക്ഷകളിതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലോട്ട് പോകുന്ന വഴിയിലാണ് പെണ്ണുങ്ങളോട് പറഞ്ഞത്. വാക്ക് ഇവിടെ വാവ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. യാ മഅ്ശറൻ നിസാ ഇന്നി ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാർ. നാളെ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അതിലൊരു വിഭാഗം നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്, അവര് വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അവര് വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അതിന്റെ വ്യാഖ്യാനം മാത്രം പറഞ്ഞു. ഏതായാലും പെണ്ണുങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. അവര് വസ്ത്രം ധരിച്ച നഗ്നകളാണ്. ഇന്ന് ഒട്ടുമിക്ക പെണ്ണുങ്ങളും വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അവരെ എന്റെ കണ്ണുകൊണ്ട് കാണണ്ട. അവർക്ക് നാളെ പരലോകത്ത് എന്റെ സഹായം അവർക്ക് ലഭ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് കണ്ടാൽ നിന്നെ നോക്കുകയില്ല. അല്ലാഹു കാക്കട്ടെ. ഇന്ന് 99% പെണ്ണുങ്ങളും വസ്ത്രം ധരിച്ച നഗ്നകളാണ്. കാസിയാത്തുൻ നാരിയാത്തുനാണ്. പെണ്ണ് പലതും പറയും. ഇപ്പൊ യൂട്യൂബിലൊരു ഹിറ്റായ പാട്ടുണ്ട്. തൃശ്ശൂർ അങ്ങാടിയിൽ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ഏമാമാരെ എന്ന് വിളിച്ചിട്ട് അവര് പറഞ്ഞിട്ട് ഞങ്ങൾ ലെഗിൻസ് ഇട്ട് നടക്കും, ഞങ്ങൾ തല മറക്കാതെ നടക്കും, ഞങ്ങൾ താലി കിട്ടൂല. നിങ്ങൾക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അള്ളാഹു പറയാൻ, മുഅ്മിനത്തുകളെ നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. ആദ്യം പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമയമില്ലാതായി പോലെ പറച്ചോനെ, ആദ്യം പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത് ആശ്രമം ഇങ്ങനെ കാണിക്കും, പോട്ടെ ഇതങ്ങനെ പോവില്ല. ഇത് വലിയ പാടാണ്. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ വമായിലാത്തുൻ മുമീലാത്ത്. അവര് വസ്ത്രം ധരിച്ച പരിപൂർണ്ണ നഗ്നകളാ. എന്നെ കേൾക്കാനെത്തി ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആദ്യം നിങ്ങൾ പറയേണ്ടത് അവരങ്ങനെ കാണിച്ചല്ലോ ഇങ്ങനെ കാണിച്ചോന്നല്ല. നമ്മൾ മുഅ്മിനത്തുകളാണ്. നമ്മൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. നമ്മൾ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് കൊതിച്ചവരാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ, ഈ ബസ് സ്റ്റാൻഡിലും ആഘോഷപ്പറമ്പിൽ നടക്കുന്ന ആടിത്തിമറുക്കുന്ന പെണ്ണുങ്ങളെ പോലെയല്ല മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് പിടച്ചു പോയത്. ഞങ്ങളുടെ കോളേജിൽ അവൾ അങ്ങനെ ആടിയല്ലോ, ഞങ്ങളുടെ അയൽപക്കത്തെ പെണ്ണിങ്ങനെ പോയല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ആകാമല്ലോ, അവരൊക്കെ പാർട്ടി നടത്താറുണ്ടല്ലോ, അവരൊക്കെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാറുണ്ടല്ലോ, അവരൊക്കെ തലമുറക്കാട് നടക്കാറുണ്ടല്ലോ. ഇല്ല
നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. ഇനി തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രവിധാനം മാന്യമായിട്ട് കൊണ്ടുപോകണേ. നിങ്ങൾ വസ്ത്രം ധരിച്ച നഗ്നകളാകരുത്. ആധുനിക ലോകത്തിന് അനിവാര്യമായ ഉപോൽപ്പന്നം പോലെ വസ്ത്രം ധരിച്ച നഗ്നകളാകരുത്. ഇതിന് 3 വ്യാഖ്യാനങ്ങളാണ് മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്. ഒന്ന്, ലിബാസുഹും ലയ്യിഖാ, ആ പെണ്ണുങ്ങളുടെ വസ്ത്രങ്ങൾ ഇടുങ്ങിയ വസ്ത്രങ്ങളാണ്. അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തോട് പറ്റിപ്പിടിച്ച് കിടക്കുന്ന, അവരുടെ ശരീരത്തിന്റെ മാംസഭാഗങ്ങളുടെ അംഗരാവണ്യങ്ങൾ വെളിയിൽ കാണുന്ന ടൈറ്റായ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. ഒന്നാമത്തെ മുഹദ്ദിസീങ്ങളുടെ വ്യാഖ്യാനം ലിബാസുഹും ലയ്യിഖാ, അവരുടെ വസ്ത്രങ്ങൾ ഇടുകി പിടിച്ച വസ്ത്രങ്ങളാണ്, ഷെയ്പ്പടിച്ച വസ്ത്രങ്ങൾ. പർദ്ദയുണ്ട് പക്ഷെ ഷെയ്പ്പടിച്ചതാണ്, ചുരിദാറുണ്ട് പക്ഷെ ഷെയ്പ്പ് ചെയ്താണ്. പാടില്ല. ഞാൻ അടുത്ത മലപ്പുറത്ത് ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഞാൻ ചന്ത മോനെ ജോലി താഴെ ഒരു ടൈലർ ഷോപ്പാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ജോലിയൊക്കെ? സാധാരണ കാണുമ്പോൾ സലാമരുടെയൊക്കെ പറഞ്ഞൊക്കെ കച്ചവടം ഉണ്ടോ? എന്നവൻ അൽഹംദുലില്ലാ ഉംറക്കാലമായതുകൊണ്ട് നല്ല കച്ചവടമാണ് എന്നവനെ ആരെ കാണുമ്പോഴും ഒരു സൗഹൃദത്തിന് ചോദിക്കും എങ്ങനെയുണ്ട് മോനെ കച്ചവടമൊക്കെ? ഉസ്താദ് നല്ല കച്ചവടമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പെങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ടു. ഞാൻ ഒരു തയ്യൽ കട കൊണ്ട് എങ്ങനെയാ മോനെ പെങ്ങളെ കെട്ടിക്കാനുള്ള കാശുണ്ടാക്കിയത്? ഇപ്പൊ എല്ലാവരും റെഡിമെയ്ഡ് അല്ലേ, തയ്യൽ കട ആരും കൊടുക്കാറില്ലല്ലോ. അപ്പോഴാണ് അവൻ പറഞ്ഞു ഉസ്താദെ തയ്ക്കണതല്ല, ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുക്കുന്ന ചുരിദാറും മറ്റുമൊക്കെ ഷെയ്പ്പ് ചെയ്യണ കടയാണ് എൻ്റെ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ അതിന് ഷെയ്പ്പില്ല. അത് പിന്നെ അവളുടെ ഈ തോള് മുതൽ അരക്കെട്ട് വരെ ഷെയ്പ്പടിച്ചിട്ട് വസ്ത്രം ധരിക്കുക. ലിബാസുഹും ലയ്യിഖാ, അവളുടെ വസ്ത്രം ശരീരത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. ചുരിദാർ വാങ്ങിക്കുമ്പോ നേരെ കിടക്കാൻ, അത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഈ അരക്കെട്ടിന്റെ ഭാഗം എത്തുമ്പോൾ കീറി അങ്ങ് താഴോട്ട് വിടും. അതും ഇട്ടോണ്ട് ഭർത്താവിന്റെ പുറകിലിരുന്ന് ബൈക്കുമേ പോകുമ്പോ ഈ ചുരിദാർ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കും. ഔറത്ത് കാണൂലേ പെങ്ങളെ? എന്റെ ഔറത്ത് വെളിവാകൂലേ? ഈ ചുരിദാർ ഇവിടുന്ന് താഴോട്ട് കീറിയിട്ടാല് ഇത് പാറിപ്പറക്കും, ഔറത്ത് കാണൂലേ? അത് ശരിയാണോ? ബൈക്കിലെങ്ങാനും നമ്മളെങ്ങാനും പുറകിലുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾ പാറിപ്പോണ ചുരിദാർ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കാൻ കാണുന്ന വെപ്രാളം കണ്ടാൽ നമ്മളോർക്കിതാ കണ്ട നമ്മൾ പിടിച്ച് കീറിയതാണ്. അവരിങ്ങനെ കൂട്ടിപ്പിടിക്കണ ഇതൊക്കെ എന്റെ പള്ളിയിലെ മുക്കറി പിടിച്ച് കീറിയതാന്ന് തോന്നുന്നു. സ്വയമായിട്ട് ചെയ്താണ്. എന്നിട്ട് ആരെയും കാണിച്ചടിക്കാൻ കാറ്റടിക്കുമ്പോ ഒരു കൂട്ടിപ്പിടുത്തം. ലിബാസുഹും ലയ്യിഖാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്. ഇന്ന് മിക്കവാറും പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ മുഴുവനും 2 സമയമില്ലായി പോയല്ലോ 3 വലിബാസുഹും റഖീഖാ, അവരുടെ വസ്ത്രങ്ങൾ മൃദുവായ നേർമയുള്ള തൊലിയുടെ നിറം വെളിയിൽ കാണിക്കുന്ന വസ്ത്രങ്ങളാണ്. മിക്കവാറും പെണ്ണുങ്ങളുടെ ചുരിദാറിന്റെ കൈയുടെ ഭാഗം നെറ്റുകളാണ്. കൈയുടെ ഭാഗം നെറ്റാണ്, ഫുൾ കൈയാണ് പക്ഷെ നെറ്റാണ്. ലിബാസുഹും റഖീഖാ, അവരുടെ വസ്ത്രം തീരെ നൈസ് വസ്ത്രങ്ങളാണ്. ഇവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ്. ഇവര് ലോകത്ത് പരലോകത്തിന് സ്വർഗത്തിൽ പോവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില പെണ്ണുങ്ങള് ടൈറ്റായ ജീൻസ് ഇടും, ടീഷർട്ട് ഇടും. ഇത് രണ്ടും വേറൊരു അപകടവും കൂടിയുണ്ട് ഇതിൽ. അത് ആണിന്റെ വേഷമാണ്. അല്ലോ മുസ്ലിം ആണല്ലേ? അത് പെണ്ണിന്റെ? അത് ആണിന്റെ വസ്ത്രമാണ്. ആണിന്റെ വസ്ത്രം പെണ്ണും പെണ്ണിന്റെ വസ്ത്രം ആണും ധരിക്കൽ ഖുർആൻ കർശനമായി വിരോധിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് പെണ്ണായിട്ടാണ്, പിന്നെ നീ എന്തിനാ ആണായിട്ട് കോലം മാറണം? അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ നോക്ക്. ഞാൻ ഈ പറയണ മുഴുവൻ ആയത്താണ്, ഒരൊറ്റൊന്നും ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ആരാണ് പെണ്ണിനെ ടീഷർട്ടും ജീൻസും ഇട്ടാൻ പഠിപ്പിച്ചതാരാ? പിശാചാണ്. അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് പറഞ്ഞൊരു പ്രതിജ്ഞയുണ്ട്. അള്ളാഹുവേ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും. എങ്ങനെ? ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام. അവരുടെ മനസ്സിൽ അഹങ്കാരം കൊടുത്തിട്ടും അവരെ വഴി പിഴപ്പിച്ചിട്ടും അല്ലാഹുവേ നിന്റെ അടിമകളെ ഞാൻ വഴി പിഴപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ പിഴപ്പിക്കുന്ന രീതിയെ കുറിച്ച് ഖുർആൻ പിശാച് പറഞ്ഞ കഥ എടുത്ത് പറഞ്ഞപ്പോ അതിലെ 4ാമത്തെ പിശാചിന്റെ പിഴപ്പിന്റെ വഴിയാണ് ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ ഞാൻ കോലം മാറ്റിയിട്ടും ആണായി സൃഷ്ടിച്ചവനെ ഞാൻ പെണ്ണിന്റെ കോലമാക്കും, പെണ്ണായി സൃഷ്ടിച്ചവളെ ഞാൻ ആണിന്റെ കോലമാക്കും.
അസ്വാബക്കും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. കോലത്തിൽ വ്യത്യാസം അടക്കുന്ന ഒരു പെണ്ണ് ടീഷർട്ടും പാന്റും ധരിച്ചാൽ അത് പിശാച് നിന്നെ വഴിപടപ്പിച്ചതാണ് പെണ്ണ്. അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് യാതൊരുവിധ ന്യൂനതകളില്ല. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് നല്ല പ്രകൃതത്തോടു കൂടിയാൽ. അതുകൊണ്ട് ടീഷർട്ട് ധരിക്കരുത്, നേർമയുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. മൂന്നാമത്തെ വ്യാഖ്യാനം, അവരുടെ വസ്ത്രങ്ങൾ മതിയായ വസ്ത്രങ്ങളല്ല, നഗ്നത മറയ്ക്കാൻ മതിയായ വസ്ത്രങ്ങളല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരിമാരോട്, നാളെ നിങ്ങൾ നരകത്തിൽ പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നിങ്ങളുടെ വസ്ത്രവിധാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ചിന്തയുള്ള ബോധം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ എപ്പോഴും പടച്ചറപ്പിനോട് കാവലിനെ തേടണം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ മരിക്കരുത്, മോശമായ സ്വഭാവത്തിന് മരിച്ചു പോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരത്തിന് മരിച്ചു പോകുന്നവർ, മദ്യപാനത്തിൽ കള്ളു കുടിച്ച് ചത്തുപോകുന്ന മറ്റു ചെറുപ്പക്കാർ, അല്ലാഹുമ്മ അസ്ലിഹ്നാ വഅസ്ലിഹ് ശബാബനാ വഅസ്ലിഹ് ഉമ്മതനാ വഅഇമ്മതനാ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ചെറുപ്പക്കാരെയും നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് വിശപ്പടങ്ങാത്ത നരകം എന്ന വിഷയം തൽക്കാലത്തിലേക്ക് സഹോദരങ്ങളെ അവസാനിക്കാൻ. ഈ ലോകത്ത് നിന്ന് പിറന്ന നാം ആറടി മണ്ണിലേക്ക് പോകുമ്പോ എത്ര പേരെ നാം കബറടക്കി, എത്ര പേരുടെ കബറിൽ പോയി നമ്മൾ ദുആ ചെയ്തു. നാളെ നമ്മുടെ കബറിൽ ആരൊക്കെ വന്ന് ദുആ ചെയ്യുമെന്ന് നമുക്കറിയാം, ഉറപ്പില്ല. ഈ ലോകത്ത് നമ്മൾ കടന്നു പോകുമ്പോ തന്റെ തടിച്ചു കൊടുത്ത ശരീരം കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രബലന്മാരെ മുഴുവനും തന്റെ പാതാരബന്ധങ്ങളിൽ കുമ്പിടിപ്പിച്ചു നിർത്തിയ തമിഴകത്തിന്റെ ഏകാധിപതി പുരട്சி തലൈവി ഡോക്ടർ സെൽവി ജയലളിത, അവര് മരിക്കുമ്പോ 20,000 കോടി രൂപയുടെ സ്വത്ത് അവരുടെ കയ്യിലുണ്ട്. 24,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ ജയലളിത അവര് മരിച്ചപ്പോ പോയത് 6 അടി മണ്ണിലാണ്. ഇത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. തോഴിമാരുണ്ടായിരുന്നു, ആ തോഴിമാർ അതിന്റെ മുമ്പിൽ പിന്നെ അധികാരത്തിന് വേണ്ടി പടവെട്ടി. സഹോദരങ്ങളെ, മരിച്ചുപോയാൽ പിന്നെ ബാക്കിയുള്ളത് നാം ചെയ്യുന്ന നന്മകൾ മാത്രം. ആ നന്മകളെ ഓർത്ത് ജീവിക്കുക, പരമാവധി നന്മകൾ ചെയ്യുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.